കഥ തുടരുന്നു. എന്താ എല്ലാവരും കൂടി രാത്രിയിൽ? അയാൾ ശബ്ദമുയർത്തി. ഞങ്ങളുടെ രണ്ടുപേരെ സാറ് അറസ്റ്റ് ചെയ്ത് ഇവിടെയിട്ട് ഇടിക്കുകയാണെന്ന് അറിഞ്ഞു. അതൊന്ന് തിരക്കാൻ വന്നതാ, ഒരുവൻ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. എസ് ഐ അയാളെ അടിമുടി നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഗുണ്ടയുടെ മട്ടും ഭാവവും. എന്ന് നിന്നോട് ആര് പറഞ്ഞു? അതെന്തിനാ സാർ അറിയുന്നത്? ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരവരെ അവരെ ഞങ്ങൾക്ക് കാണണം, കണ്ടേ പറ്റൂ. മറ്റൊരാൾ. ചന്ദ്രശേഖരന് ചതി ബോധ്യപ്പെട്ടു. കരുതിക്കൂട്ടിയിരിക്കുകയാണ് ആരൊക്കെയോ. അങ്ങോട്ട് നീങ്ങി നിൽക്കടാ. അവരെ തള്ളി മാറ്റി അയാൾ ഗ്രില്ലിനടുത്തെത്തി. അത് വലിച്ചിട്ടിട്ട് അകത്ത് നിൽക്കുകയാണ് 4 പോലീസുകാർ. എസ് ഐയെ കണ്ടതും അവർ അത് അല്പം തുറന്നു. അയാൾ അകത്ത് കയറിയ ഉടൻ വലിച്ചിടുകയും ചെയ്തു. ചാനൽ റിപ്പോർട്ടർമാർ ഗ്രില്ലിൽ തട്ടി. സാറെന്താ ഇവർ ചോദിച്ചതിന് മറുപടി പറയാത്തത്? കേട്ടത് സത്യമാണോ? അകത്തെ ക്രൂരമർദ്ദനം നടക്കുകയാണോ? ചന്ദ്രശേഖർ തിരിഞ്ഞു നിന്നു. അതൊക്കെ നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടവരോട് ചോദിച്ചാൽ പോരെ? ഇതെന്തൊരു സംസാരമോ സാറേ? ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരാൾ ഗ്രില്ലിനോട് മുഖം ചേർത്തു. കൈ ചുരുട്ടി ഒരു ഇടി കൊടുക്കാനാണ് ചന്ദ്രശേഖരന് തോന്നിയത്. എങ്കിലും സംയമനം പാലിച്ചു. ദേ, ഞങ്ങളുടെ ആളുകളെ കാണാതെ അവർക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ഞങ്ങൾ പോകത്തില്ല. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പിന്നെയും അലർച്ച കേട്ടു. നിങ്ങൾ മിക്കവാറും കൊണ്ടേ പോകൂ. ചന്ദ്രശേഖർ പിറുപിറുത്തുകൊണ്ട് ക്യാബിനിലേക്ക് കയറി. അശോകനും പിന്നാലെ ചെന്നു. 1 മിനിറ്റ് പോലും ആയില്ല സാറേ, ഇത്രയും പേരും വന്നിട്ട്. ഇവർ ഒന്നിച്ചു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഗ്രില്ലടക്കുകയും സാറിന് ഫോൺ ചെയ്യുകയുമായിരുന്നു. ചന്ദ്രശേഖർ മൂളി. രവീന്ദ്രൻ്റെ കാര്യം അറിഞ്ഞല്ലോ അശോക? അറിഞ്ഞു സാർ. പക്ഷേ അത് സൂയിസൈഡ് അല്ലടോ, മർഡർ തന്നെയാ. പക്ഷേ എന്നെ കുരുക്കാൻ ഒരു കത്തുകൂടി എഴുതി കഴിവേടി മോൻ്റെ പോക്കറ്റിൽ തള്ളി വെച്ചിരുന്നു. ചന്ദ്രശേഖർ ഷർട്ടിൻ്റെ കോളർ ഒന്ന് ഇളക്കിയിട്ടു. അങ്ങനെ സാറ് മാത്രം കുരുങ്ങത്തില്ല, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. സത്യം ഞങ്ങൾക്കറിയാമല്ലോ. ചന്ദ്രശേഖർ പിന്നെയും മൂളി. എന്തിയാ അവന്മാര് ബംഗാളികള്? സെല്ലിലുണ്ട്. യാതൊരു കൂസലുമില്ല സാറേ. ആരൊക്കെയോ തങ്ങളെ രക്ഷിക്കുമെന്ന് അവന്മാർക്ക് ഉറപ്പുള്ളതുപോലെ. അതിൻ്റെ തെളിവ ഈ പുറത്ത് കാണുന്നു. ഇനി എന്ത് ചെയ്യും സാറേ? SP സാറിനെ വിവരം അറിയിക്കണ്ടേ? വേണം. അയാൾ പെട്ടെന്ന് ഫോൺ എടുത്തു. ആ നേരം പോലീസുകാരിൽ ഒരാൾ തിടുക്കത്തിൽ അങ്ങോട്ട് വന്നു. സാർ. എന്താടോ? ചന്ദ്രശേഖർ മുഖമുയർത്തി. CI സാറ് എവിടെ? ചന്ദ്രശേഖർ പെട്ടെന്ന് എഴുന്നേറ്റു. പോലീസുകാർ പുറത്തേക്ക് കൈ ചൂണ്ടി. ചന്ദ്രശേഖർ തിടുക്കത്തിൽ അങ്ങോട്ട് ചെന്നു. ഗ്രില്ലിന് പുറത്ത് ചാനലുകാരുമായി സംസാരിക്കുകയായിരുന്നു എഴുക്കോൺ CI ചക്രപാണി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഒക്കെ അറിഞ്ഞിട്ടാ വരുന്നത്. സാർ. പെട്ടെന്ന് ഗ്രില്ല് തുറന്നിട്ട് ചന്ദ്രശേഖർ അയാൾക്ക് സല്യൂട്ട് നൽകി. കത്തുന്ന ഭാവത്തിൽ ചക്രപാണി അകത്തേക്ക് കയറി. എന്താ ചന്ദ്രശേഖർ ഇത്? സാർ അത് ഒന്നും പറയേണ്ട താൻ. അയാൾ മുരണ്ടു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ട് ഇവിടെയിട്ട് ഇടിക്കുകയായിരുന്നോ താൻ? സാർ പ്ലീസ്, എല്ലാം പറയാം. കനത്ത മുകളിലൂടെ CI സെല്ലിന് നേർക്ക് നടന്നു. പോലീസുകാർ വീണ്ടും ഗ്രില്ലടച്ചു. സാറേ, മര്യാദയ്ക്ക് അവരെ വിട്ടോ, അല്ലെങ്കിൽ ഞങ്ങളിന്ന് ഈ സ്റ്റേഷൻ കത്തിക്കും. പുറത്തുനിന്ന് പിന്നെയും അലർച്ച കേട്ടു. ചക്രപാണി സെല്ലിന് മുന്നിലെത്തി. അകത്തേക്ക് നോക്കിയതും അതുവരെ ഭിത്തിയിൽ ചാരി ഇരിക്കുകയായിരുന്ന ബംഗാളികൾ പെട്ടെന്ന് തറയിലേക്ക് വീണ് കിടന്നു ഞരങ്ങാൻ തുടങ്ങി. അയ്യോ, വെള്ളം! കോപത്തോടെ CI തിരിഞ്ഞു. എന്താണോ ഇത്? ഇതെന്താ ബ്രിട്ടീഷുകാരുടെ തടവറയോ? ഇങ്ങനെയാണോ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്? ഐ വാണ്ട് എക്സ്പ്ലനേഷൻ. ചന്ദ്രശേഖർ മിടയിറക്കി. സാർ, ഇതൊക്കെ ഇവന്മാരുടെ അടവാണ്. അയാൾ ബാക്കി പറയാൻ CI സമ്മതിച്ചില്ല. നോ, ഒന്നും പറയേണ്ട താൻ. ഉടനെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. കാര്യം പിടിപെടുന്നു എന്ന് ചന്ദ്രശേഖറിന് ഉറപ്പായി. സാർ, ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് SP സാറിന് അറിയാം. വേണ്ട. ചക്രപാണി ശിരസ് ഇടമലം വെട്ടിച്ചു. അദ്ദേഹം നേരിട്ടിത് കണ്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ തൻ്റെ തലയിൽ ഇപ്പോൾ ഈ തൊപ്പി കാണില്ലായിരുന്നു. ഇനി ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. SP സാറിനോട് ഞാൻ സംസാരിച്ചോളാം. ഒരു ASI താൻ കാരണം ചത്തു. അതിനു പിന്നാലെ ഇവരെയും അണ്ടർവെയറിൻ്റെ വള്ളിയിൽ ഇവിടെ കെട്ടിത്തൂക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചക്രപാണി തിരിഞ്ഞ് അശോകനെ നോക്കി. അശോക, ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന മാധ്യമപ്പട എന്നെയും ഇതിൻ്റെ പേരിൽ നിർത്തിപ്പൊരിക്കും. അത് ഞാൻ സമ്മതിക്കില്ല. അശോകൻ ദയനീയഭാവത്തിൽ ചന്ദ്രശേഖറിന് നേരെ നോട്ടം അയച്ചു. ഇവരെ ഇവിടെ നിന്ന് മാറ്റിയാൽ തനിക്ക് പണിഷ്മെൻറ്റ് ഉറപ്പാണെന്ന് ചന്ദ്രശേഖർ മനസ്സിലാക്കി. കിട്ടാനുള്ള സത്യങ്ങൾ കിട്ടുന്നുമില്ല. അടുത്ത നിമിഷം ചന്ദ്രശേഖറിൻ്റെ ഭാവം മാറി. SP സാറിനോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചക്രപാണി സാറേ. ഇനി സാറ് പറയാൻ വിഷമിക്കണമെന്നില്ല. മാത്രമല്ല, ഇവന്മാരെ കസ്റ്റഡിയിലെടുത്തത് ഞാനാണ്. ഇവരെ എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം. അശോക, തൊട്ടുപോകരുത് അവരെ. അയാളുടെ ഭാവത്തിന് മുന്നിൽ ഭയന്നു പോയി അശോകൻ. ചന്ദ്രശേഖർ, ചക്രപാണി ശബ്ദമുയർത്തി. വരട്ടല്ലേ സാറേ. ആർക്കു വേണ്ടിയാണ് സാർ ഇവിടെ വന്നിരിക്കുന്നതെങ്കിലും പണി നടക്കത്തില്ല. ഇവന്മാരെ ഞാൻ വിട്ടുതരത്തില്ല. അല്ലെങ്കിൽ സാറ് ബലമായിട്ട് കൊണ്ടുപോകാൻ നോക്കിക്കേ. ചക്രപാണിയുടെ മുഖം ചുവന്നു. അപ്പോൾ താൻ എന്നെ അനുസരിക്കില്ലെന്നാണോ? ഇക്കാര്യത്തിലില്ല സാർ. കാരണം തെളിയിക്കാനുള്ളത് എൻ്റെ മകനെ കൊല്ലാൻ കൽപ്പിച്ചത് ആരെന്ന, സ്കൂളുകളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നത് ആരെന്ന, അതിനുമപ്പുറം ഒരു സബോർഡിനേറ്റിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരെന്നറിയുകയാണ്. ഇനി ജോലി കളയേണ്ടി വന്നാലും എന്നെ തടയാൻ സാറിന് കഴിയില്ല. ഇത്തരം പോലീസ് സിനിമയിലുള്ളെന്ന് നിങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്നാലും എനിക്ക് പുല്ല.
വികാരവിക്ഷോഭം കാരണം ചന്ദ്രശേഖരുടെ ശ്വാസഗതിക്ക് വേഗമേറി. ഇവന്മാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം. കലിമൂത്ത് അയാൾ അകത്തേക്ക് പാഞ്ഞു കയറി. അഭിനയിക്കുന്നോടാ റാസ്കൾ, അലറിക്കൊണ്ട് ദ്രോണിനെയും സായകനെയും തറയിലിട്ട് ചവിട്ടി. പെട്ടെന്ന് ചക്രപാണി തന്റെ മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ മോഡിലാക്കി അത് പകർത്താൻ തുടങ്ങി. ചന്ദ്രശേഖർ സായകന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. പറയടാ, രവീന്ദ്രന് പിന്നിൽ എല്ലാത്തിനും ആരൊക്കെ ആയിരുന്നു? ഈ രവീന്ദ്രൻ നിന്നെ ഒന്നും രക്ഷിക്കില്ല. അയാളെയും അവന്മാർ കൊന്നു. അടുത്ത ഊഴം നിനക്കൊക്കെയാ. സായിക്ക് ഉത്കടമായി നടുങ്ങിയത് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞു. മുझे മാലൂം നഹീം, അയാൾ ഞരങ്ങി. അവൻ്റെ ഒരു ഹിന്ദി പറയണ മലയാളത്തിൽ. ചന്ദ്രശേഖർ സായകന്റെ നാഭിയിൽ കുത്തിപ്പിടിച്ചു. അയാൾ വാ തുറന്നു പോയി. എനിക്കറിയത്തില്ല സാറേ. രവീന്ദ്ര സാറ ഞങ്ങൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു തന്നിരുന്നത്. സാറിൻ്റെ മക്കളെ കൊല്ലാനും പറഞ്ഞത്. ചന്ദ്രശേഖർ ചക്രപാണിക്ക് നേരെ തിരിഞ്ഞു. കേട്ടല്ലോ സാറേ, സാറും കൂടി കേൾക്കാനാ നേരത്തെ ഇവന്മാർ സമ്മതിച്ച കാര്യം ഞാൻ ഒന്നുകൂടി ചോദിച്ചത്. ചക്രപാണി വിളറിപ്പോയി. ചന്ദ്രശേഖർ സായകനോട് വീണ്ടും തിരക്കി. സതീഷിനെയും അവൻ്റെ അമ്മയെയും കൊന്നതാരാ? ഞങ്ങളാ. അഭിമന്യുവിനെയോ? അതും ഞങ്ങളാ. സാർ ഇതെല്ലാം മൊബൈൽ പകർത്തിയല്ലോ. ചന്ദ്രശേഖർ ചക്രപാണിയെ നോക്കി പുച്ഛിച്ചു. ഇനി എനിക്കൊന്നുകൂടി അറിഞ്ഞാൽ മതി ഇവന്മാരിൽ നിന്ന്. ചന്ദ്രശേഖർ സായകൻ്റെ കണ്ണുകളിലേക്ക് നോട്ടം കുത്തി നിർത്തി. നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. എൻ്റെ മകനെ കൊന്നതിനു പകരം ഒരു കോടതിക്കും വിട്ടുകൊടുക്കാതെ രവീന്ദ്രനെ ആരാണ് കൊല്ലാൻ സാധ്യത? നിങ്ങളുടെ കൂട്ടത്തിൽ ഇനിയും കൊലയാളികളുണ്ടെന്ന് എനിക്കറിയാം. അയാൾ പിടിമുറുക്കി. വിടു സാറേ, ഞാൻ പറയാം, എല്ലാം പറയാം, സത്യമായിട്ടും പറയാം. സായിക്ക് നിലവിളിച്ചു. പറയാതെ വിടത്തില്ല. ചന്ദ്രശേഖർ ക്രൂരമായി ചിരിച്ചു. എൻ്റെ ഈ മേലുദ്യോഗസ്ഥ കേൾക്കെ വിളിച്ച് പറയാം, എന്നിട്ട് നിന്നെ വിടും. അത് സായിക്ക് ഒന്നറച്ചു. SIക്ക് പിന്നിൽ നിന്നിരുന്ന ചക്രപാണിയുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. എടാ പറയാൻ. SI ചന്ദ്രശേഖരൻ്റെ വിരലുകൾ വീണ്ടും സായകൻ്റെ നാഭിയിൽ മുറുക്കി. പറയാൻ സാറേ. നിലവിളിക്കൊപ്പം സായകൻ്റെ കണ്ണുകൾ ഉന്തി വന്നു. ചക്രപാണിയുടെ നെഞ്ചിടിപ്പേറി. തലച്ചോറിൽ ഒരു ചുഴലിക്കാറ്റ് വട്ടം ചുറ്റി. ഇവൻ ആ പേര് പറഞ്ഞാൽ. എന്നാൽ അടുത്ത നിമിഷം അത് സംഭവിച്ചു. സായക് ബോധമറ്റ് തറയിലേക്ക് പറഞ്ഞു. എടാ, വേല ഇറക്കരുത്. ചന്ദ്രശേഖർ അയാളെ ചവിട്ടി. പക്ഷെ സായക് അനങ്ങിയില്ല. ഇവനെ നീ കൊന്നു അല്ലേ? ചക്രപാണി പല്ലുവിളിച്ചു. ചന്ദ്രശേഖർ നടുങ്ങി. താൻ നാഭിയിൽ പിടിച്ചുകൊണ്ടാണ് ഇയാൾ വീണതെന്ന് അയാൾ സംശയിച്ചു. എടോ, അങ്ങോട്ട് മാറ്. ചക്രപാണി SIയെ തള്ളിമാറ്റി. ഇല്ല സാർ, എനിക്ക് സത്യം അറിയണം. ചന്ദ്രശേഖർ മുന്നോട്ട് കുതിക്കാനാഞ്ഞു. നോ, ഗർജിച്ചുകൊണ്ട് ചക്രപാണി സർവീസ് റിവോൾവർ എടുത്ത് അയാളുടെ നെറ്റിയിൽ കുത്തിയമർത്തി. ഇനി താൻ എന്നെ അനുസരിച്ചില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ നിറയൊഴിക്കും. ഒരു ഐസ് ഭിത്തിയിൽ മുട്ടിയതുപോലെ ചന്ദ്രശേഖർ നിന്നു. കാരണം റിവോൾവറിൻ്റെ തുമ്പിലെ അതിശൈത്യം അയാൾക്ക് അനുഭവപ്പെട്ടു. മരണത്തിൻ്റെ തണുപ്പ്. ചക്രപാണി ശിരസ് മാത്രം തിരിച്ചു. അശോക, ക്വിക്ക്, നാളെ സർവീസിലുണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഉത്തമമെന്ന് അശോകനും തോന്നി. അയാൾ സബോർഡിനേറ്റ്സ് കണ്ണുകൾ കൊണ്ട് ഒരു അടയാളം നൽകി. റിവോൾവർ മുനയിൽ വെച്ച് മരവിച്ച് നിൽക്കുന്ന ചന്ദ്രശേഖരനെ ദയനീയമായി ഒന്ന് നോക്കിയിട്ട് അവർ ദ്രോണിനെയും സായകനെയും പുറത്തേക്കെടുത്തു. ആ രംഗം മുതൽ ഗ്രില്ലിനിടയിലൂടെ ചാനലുകാർ ഒപ്പിയെടുത്തു. ഞങ്ങളുടെ ആൾക്കാരുടെ ശവമാണോ സാറേ കൊണ്ടുവരുന്നത്? വെളിയിൽ ആരുടെയോ അട്ടഹാസം കേട്ടു. അവർക്കിടയിലൂടെ പോലീസ് സംഘം ബംഗാളികളെ ബൊലോറയിലേക്ക് എത്തിച്ചു. ചക്രപാണി ചന്ദ്രശേഖരൻ്റെ നെറ്റിയിൽ നിന്ന് റിവോൾവർ മാറ്റി. പിന്നെ സാവധാനം പറഞ്ഞു. എത്ര മായ്ച്ചാലും മായാത്ത പഴിയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. താൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ആരുടെയും പക്ഷത്തല്ല ശേഖര. കഴിഞ്ഞയാഴ്ച പാലക്കാട്ട് കസ്റ്റഡി മരണമുണ്ടായതും SI അടക്കം സസ്പെൻഷനിലായതും തനിക്കറിയാമല്ലോ. കാക്കിപ്പോയാൽ പിന്നെ പോലീസിനെ ഒന്നിനും കൊള്ളലിടോ. ചന്ദ്രശേഖർ ചക്രപാണിയെ രൂക്ഷമായി ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അത്രയും നേരമുണ്ടായിരുന്ന ആവേശം പെട്ടെന്ന് കെട്ടടങ്ങിയതുപോലെ. പെട്ടെന്ന് പുറത്തൊരു ബഹളം. ഇരുവരും അവിടേക്ക് തിരിഞ്ഞു. ആ സെക്കൻഡിൽ കറണ്ട് പോയി. ഒരു സെക്കൻഡ് കഴിഞ്ഞാണ് ഇൻവെർട്ടർ പ്രവർത്തിച്ചത്. അപ്പോൾ അശോകൻ ഓടി വന്നു. സാർ, എന്താടോ? ചക്രപാണി പുരുകൻ ചോദിച്ചു. ആ ബംഗാളികൾ, അവർക്ക് എന്ത് പറ്റി? അവരെ കൊണ്ടുപോയി. ആര്? അറിയില്ല. അവന്മാർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റാൻ ശ്രമിച്ചതും അവർ കൈ തട്ടിക്കളഞ്ഞിട്ട് ഓടി. റോഡിൽ കിടന്നിരുന്ന ഏതോ വാഹനത്തിൽ രക്ഷപ്പെട്ടു. അശോകൻ കിതച്ചു. CI സാർ, ചന്ദ്രശേഖർ ഒച്ചയുയർത്തി. നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചു. ഈ സംഭവത്തിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. ചന്ദ്രശേഖർ പുറത്തേക്ക് ഓടി. അവിടെ വളരെ കുറച്ച് ആളുകളും ചാനലുകാരും മാത്രം. ബാക്കിയുള്ളവരും കടന്നു കളഞ്ഞിരുന്നു. ചന്ദ്രശേഖർ ബൊലോറയിൽ ചാടിക്കയറി. ഞങ്ങളും വരാം സാർ, അവിടെ വീഴ്ച നിന്നിരുന്ന പോലീസുകാർ പറഞ്ഞു. വേണ്ട. ഡോർ ശക്തിയിലടഞ്ഞു. കുതിച്ചു ചാടും പോലെ ബൊലോറോ റോഡിലേക്ക് ഇറങ്ങി. പ്രഭാതം. പരീക്ഷീണനായി ചന്ദ്രശേഖർ വീട്ടിലെത്തി. കാവേരിയും മക്കളും അയൽക്കാരും ചേർന്ന് രാത്രിയിൽ പൊട്ടിയ ജനാലച്ചിലുകളും മറ്റും തൂത്ത് വൃത്തിയാക്കുകയായിരുന്നു. കൊട്ടാരക്കര പോലീസ് മടങ്ങിയിരുന്നു. ശേഖരേട്ടാ, കാവേരി വേഗം അടുത്തെത്തി. ഇന്നലെ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചോ? മുഖവര കൂടാതെ അവർ തിരക്കി. എന്താ? അയാൾക്കത് ഓർമ്മയില്ലായിരുന്നു. ഇവിടെ നിന്ന് പോകുന്ന കാര്യം. ഇനി ഇവിടെ കഴിഞ്ഞാൽ ചങ്കുകുട്ടിനെ ചത്തുപോകും. കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അകലെ എവിടേക്കെങ്കിലും ട്രാൻസ്ഫർ വാങ്ങിക്കണം ശേഖരേട്ടാ. അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രശേഖർ മന്ത്രിച്ചു. ആൺമക്കളും അച്ഛൻ്റെ അരികിലെത്തി. നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോടാ? അയാൾ ചിരിക്കാൻ ശ്രമിച്ചു.
ഇല്ലച്ചാ, ഋഷികേശും ധനുഷും ഒന്നിച്ചു പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ഭയന്നു പോയി അല്ലേ? അയാൾ അവരുടെ തോളിൽ കൈവച്ചു. അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ മാത്രം. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തിറങ്ങി അവന്മാരെ നേരിട്ടേനെ. പറഞ്ഞത് ധനുഷാണ്. ചന്ദ്രശേഖർ കനത്തിലൊന്ന് മൂളി. പെട്ടെന്ന് ദക്ഷിണകത്ത് നിന്ന് വിളിച്ചു. അച്ഛാ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ചന്ദ്രശേഖർ മാത്രമല്ല, കാവേരി, ഋഷികേശും ധനുഷും അങ്ങോട്ട് ചെന്നു. അത് കണ്ടോ? അവൾ ടി വിയിലേക്ക് കൈ ചൂണ്ടി. അതിൽ ചിത്രങ്ങൾ മാറി മാറി വരുന്നു. തൂങ്ങി നിൽക്കുന്ന ASI രവീന്ദ്രൻ, അയാൾ എഴുതിയ കത്ത്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചക്രപാണി സെൽഫോണിൽ പകർത്തിയ രംഗങ്ങൾ, ന്യൂസ് റീഡറുടെ ശബ്ദം. ഇന്നലെ ഒറ്റ രാത്രിയിൽ ചന്ദ്രശേഖർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാട്ടിക്കൂട്ടിയ ക്രൂര പീഡനങ്ങളും അയാൾ കാരണം ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മരിക്കാനിടയായ സംഭവവും കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നു. ഇറാഖിൽ അമേരിക്കൻ സൈന്യാധിപന്മാർ നടത്തിയ ക്രൂരമർദ്ദനത്തെക്കാൾ ഭീകരമാണ് ഞങ്ങളുടെ ചാനൽ പുറത്തു കൊണ്ടുവന്ന ഈ സത്യങ്ങൾ. വാർത്തയും ചിത്രങ്ങളും കണ്ട ഉടൻ തന്നെ ദക്ഷിണ മേഖല IG കൊട്ടാരക്കര XPയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ കേൾക്കാൻ നിന്നില്ല ചന്ദ്രശേഖർ. റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തു. കാവേരിയും മക്കളും അയാളെ പകച്ചു നോക്കി. എന്താ ശേഖരട്ടാ ഈ കാണുന്നതും കേൾക്കുന്നതും? കാവേരി വീഴും പോലെ കസേരയിലേക്ക് ഇരുന്നു. കൈകളിൽ ശിരസ് താങ്ങി. കുട്ടികളിലും ഭീതി ഒരു വലയം തീർത്തു. രവീന്ദ്രൻ്റെ മരണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. എല്ലാവരോടുമായി ചന്ദ്രശേഖർ പറഞ്ഞു. പക്ഷേ ആ ബംഗാളികൾ, അവരെ ഞാൻ തല്ലിയത് തന്നെയാ. നമ്മുടെ മോനെ കൊന്നവന്മാരെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നേ? കാവേരി സ്തബ്ധയായി. അടുത്ത നിമിഷം ചന്ദ്രശേഖരൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ എടുത്തു നോക്കി. SP ബാസുരചന്ദ്രൻ. സാർ. അയാൾ വേഗം അറ്റൻഡ് ചെയ്തു. ശേഖര, താനുടനെ എന്നെ വന്ന് കാണണം. വീട്ടിലേക്ക് വന്നാൽ മതി. പെട്ടെന്ന് വേണം. ശരി സാർ. ചന്ദ്രശേഖർ തിടുക്കത്തിൽ കുളിച്ച് ഇസ്തിരിയിട്ട് വെച്ചിരുന്ന യൂണിഫോം അണിഞ്ഞു. രാത്രി മുതൽ സഹായത്തിനെത്തിയ അയൽക്കാരോട് നന്ദി പറഞ്ഞ് അയാൾ യാത്ര തിരിച്ചു. SPയുടെ വീട്. മുറ്റത്ത് ബൊലേറോ നിർത്തി ഇറങ്ങുമ്പോൾ പൂമുഖത്ത് പ്രകാശ് ചന്ദ്രനുണ്ടായിരുന്നു. അയാളെ കണ്ടതും അവൻ എഴുന്നേറ്റു. വാങ്കിളെ, പപ്പ കാത്തിരിക്കുക. ചന്ദ്രശേഖരെ കൂട്ടിക്കൊണ്ട് അവൻ സിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. ഒരു സെറ്റിയിലിരുന്ന് ചായ ഊതി കുടിക്കുകയും TVയിൽ തെളിയുന്ന രംഗങ്ങൾ കാണുകയും ചെയ്യുകയായിരുന്നു ബാസുരചന്ദ്രൻ. വാടോ, ഇരിക്കേ. ഇന്ന് TVയിൽ മുഴുവൻ താൻ മാത്രമാ. എതിരെ കിടന്നിരുന്ന ചെയറിലേക്ക് ബാസുരചന്ദ്രൻ കൈ ചൂണ്ടി. ചന്ദ്രശേഖർ ഇരുന്നു. പക്ഷേ TVയിലേക്ക് നോക്കിയില്ല. വനിത അയാൾക്കും ഒരു കപ്പ് ചായ നൽകി. ശേഖര, TVയുടെ വോളിയം കുറച്ചു വെച്ചിട്ട് ഗൗരവപൂർണമായ ശബ്ദത്തിൽ SP വിളിച്ചു. ഇന്ന് 2 വട്ടം IG സാർ എന്നെ വിളിച്ചു കഴിഞ്ഞു. സാർ. ചന്ദ്രശേഖർ മുഖം കുനിച്ചു. ബാസുരചന്ദ്രൻ തുടർന്നു. ഹോം മിനിസ്റ്റർ TV ന്യൂസ് കണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു പോലും. തനിക്കെതിരെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് നിർദ്ദേശം. സാർ. ചന്ദ്രശേഖരുടെ മുഖം വിളറി. ഇതെന്തൊരു ഏർപ്പാടാ പപ്പ? കേട്ടു നിന്നിരുന്ന പ്രകാശ് ചന്ദ്രന് ദേഷ്യം വന്നു. തെറ്റ് ചെയ്തത് അവന്മാർ, കുറ്റം മുഴുവൻ അങ്കിളിനോ? ബാസുരചന്ദ്രൻ മകനെ കടുപ്പിച്ചൊന്ന് നോക്കി. നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ? ഇവിടുത്തെ മീഡിയക്കാരും രാഷ്ട്രീയക്കാരും എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിരിക്കുക. ഇപ്പോൾ തന്നെ അവർ പോലീസ് സ്റ്റേഷൻ മാർച്ചും ഹർത്താലും ഒക്കെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകരുതെന്ന മുകളിൽ നിന്നുള്ള നിർദ്ദേശം. സാർ. അത്രയും ആയപ്പോഴേക്കും ചന്ദ്രശേഖർ സംസാരിച്ചു. നമ്മൾ തമ്മിലുള്ള അടുപ്പം ഒന്നിനും പ്രതിബന്ധമാകരുത്. പക്ഷേ സാർ, എനിക്ക് മാനുഷികമായ ഒരു പരിഗണന തരണം. ഒരു ദിവസം കൂടിയെങ്കിലും ഈ കാക്കി എൻ്റെ ശരീരത്തിലുണ്ടാവണം. അതിനുള്ളിൽ ഞാൻ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കും. അല്ലെങ്കിൽ പിന്നെ ചന്ദ്രശേഖരൻ്റെ മരണമാ സത്യം. അയാളുടെ കണ്ടമിടറി. ശേഖര, SP അമ്പരപ്പിൽ വിളിച്ചു. അതെ സാർ. അയാളുടെ മുഖം കല്ലിച്ചു. മറ്റൊന്നും എനിക്ക് വേണ്ട. ഇതെങ്കിലും അങ്ങ് എനിക്ക് സാധിച്ചു തരണം. ബാസുരചന്ദ്രൻ എഴുന്നേറ്റ് മുറിയിൽ അങ്ങിങ്ങ് നടന്നു. ചന്ദ്രശേഖറും എഴുന്നേറ്റ് നിന്നു. പ്രകാശ് ചന്ദ്രൻ ഇരുവരെയും മാറി മാറി നോക്കി. തൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ IG പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. നാളെ രാവിലെ എത്തും. പക്ഷേ ഒന്നിനും വഴങ്ങുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. ഏതായാലും എൻ്റെ റിപ്പോർട്ട് കിട്ടാതെ തനിക്കെതിരെ നടപടി ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. ആ റിപ്പോർട്ട് ഞാൻ ഇത്തിരി വൈകിച്ചോളാം. പിന്നെ അവന്മാർ ചാടിപ്പോയതും തനിക്ക് ഗുണമായേക്കും. മതി സാർ, അത് മതി. ചന്ദ്രശേഖരന് സന്തോഷമായി. പിന്നെ IG സാർ നാളെ സ്റ്റേഷനിൽ വന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. അവിടെയുള്ള പോലീസുകാരൊക്കെ തൻ്റെ ഒപ്പം നിൽക്കുമല്ലോ അല്ലേ? അങ്ങനെ വിശ്വസിക്കാം സാർ. പക്ഷേ CI ചക്രപാണി സാർ എനിക്ക് എതിരാണ്. SP ഒന്ന് മൂളി. അങ്കിളിനെ ഏത് തരത്തിൽ സഹായിക്കാനും ഞാനുണ്ട്. എൻ്റെ ഫ്രണ്ട്സും. പ്രകാശ് ചന്ദ്രൻ ഉറപ്പു നൽകി. ചന്ദ്രശേഖർ ഒരിക്കൽ കൂടി SPക്ക് സല്യൂട്ട് നൽകി. ഞാൻ പോട്ടെ സാർ. ഓക്കെ. അയാൾ വാതിൽ കടന്നപ്പോൾ എല്ലാം കണ്ടും കേട്ടു നിന്നിരുന്ന വനിത പറഞ്ഞു. കഷ്ടം. സമയം കടന്നുപോയി. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ച് നടന്നു. അവർ പോലീസിനെ തെറിവിളിച്ചു, പ്രത്യേകിച്ച് ചന്ദ്രശേഖരെ. SP-യുടെ നിർദ്ദേശാനുസരണം വേണ്ടത്ര പോലീസിനെ അവിടെ നിയോഗിച്ചിരുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ASI രവീന്ദ്രൻ്റെ മൃതദേഹം ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്തു കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷനിലും അയാളുടെ ക്വാർട്ടേഴ്സിലും അല്പസമയം പൊതുദർശനത്തിന് വെച്ചിട്ട് അയാളുടെ സ്വദേശമായ പത്തനംതിട്ട ജില്ലയിലെ കുളനടക്കി കൊണ്ടുപോയി. ചന്ദ്രശേഖർ ഒരിടത്തേക്കും പോകാതെ കൂട്ടിലടച്ച വെരുകിനെ പോലെ മുറിയിൽ അങ്ങിങ്ങ് നടന്നു. എന്നിട്ട് അയാൾ ആൺമക്കളെ വിളിച്ചു. എന്താച്ചാ? ഋഷികേശും ധനുഷും അടുത്തെത്തി. നിങ്ങൾ കൊട്ടാരക്കര വരെ പോകണം. മറ്റാരോടും ഒന്നും പറയണ്ട. അവിടെ നിന്നൊരു വോയിസ് റെക്കോർഡറും സ്പൈ ക്യാമറയും വാങ്ങിക്കൊണ്ട് വരണം. ഏറ്റവും ചെറുത്.
ശരി അച്ഛാ. അവർ അപ്പോൾ തന്നെ പോയി. 3 മണിയോടെ സാധനങ്ങൾ വന്നു. ഷർട്ടിൽ പിടിപ്പിക്കാൻ കഴിയുന്ന ചെറിയ ക്യാമറ. ഒറ്റ നോട്ടത്തിൽ അതൊരു ബട്ടൺസ് ആണെന്നേ തോന്നുമായിരുന്നുള്ളൂ. ചന്ദ്രശേഖർ സിവിൽ ഡ്രസ് ധരിച്ചു. പിന്നെ ക്യാമറ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ബട്ടൺസിൽ പിടിപ്പിച്ചു. എന്നിട്ട് യാത്രയായി. എവിടേക്കാണെന്ന് ആരോടും പറഞ്ഞില്ല. സന്ധ്യയോടടുത്ത നേരത്തെ പത്തനംതിട്ട ജില്ലയിലെ കുളനടയിലെത്തി. അവിടെ നിന്ന് ആറന്മുള റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു. പൈ വഴി അവിടെ നിന്ന് വലത്തേക്ക്. പഴയറ് പേപ്പട്ടി വിഷ നിർമ്മാണ ഫാക്ടറിയിലെത്തിയതും ബലോറ നിർത്തി. എതിരെ വന്ന 2 കാൽനട യാത്രക്കാരോട് രവീന്ദ്രൻ്റെ വീട് തിരക്കി. മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തെ വീടാ സാറേ, വെളുത്ത പെയിൻ്റ് അടിച്ചത്, അവർ അറിയിച്ചു. ചന്ദ്രശേഖർ വണ്ടി വിട്ടു. രവീന്ദ്രൻ്റെ വീട്. ഉത്സവം കഴിഞ്ഞ പറവം പോലെ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു അവിടെ. റോഡിന് വലതുവശത്ത് മലയിടിച്ച് മണ്ണ് കൊണ്ടുപോയ വഴി. അത് ഒരു ഗുഹ പോലെ തോന്നിച്ചു. ബലോറയിൽ നിന്നിറങ്ങുമ്പോഴേ ചന്ദ്രശേഖർ കണ്ടു. പുക ആകാശത്തേക്ക് ഉയർന്നു പരക്കുന്നു. ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചന്ദ്രശേഖർ ഗേറ്റിനുള്ളിലേക്ക് ചെന്നു. പന്തലിനിടയിൽ നിരത്തിയ കസേരകളിൽ ഏതാനും പേർ ഉണ്ടായിരുന്നു. പോലീസ് വണ്ടിയിൽ വന്ന ആളിനെ കണ്ട് അവർ പെട്ടെന്ന് എഴുന്നേറ്റു. മുറ്റത്തും സംസ്കാര ചടങ്ങിൻ്റെ ബാക്കി പത്രവുമായി കുറച്ച് പൂക്കൾ ചിതറിക്കിടക്കുന്നു. കത്തുന്ന മാംസത്തിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും സമ്മിശ്ര ഗന്ധം. സാറ് എവിടുന്നാ? ഒരാൾ തിരക്കി. രവീന്ദ്രൻ ജോലി ചെയ്തിരുന്ന സ്റ്റേഷനിൽ നിന്ന്, ചന്ദ്രശേഖർ മന്ത്രിക്കും പോലെ പറഞ്ഞു. ടി വിയിൽ കണ്ട മുഖമായിട്ടും അവർക്ക് അയാളെ പെട്ടെന്ന് മനസ്സിലായില്ല. ഒരാൾ വീട്ടിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ്റെ ഭാര്യ ശ്രീരേഖ വാതിൽക്കലെത്തി. അവളുടെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് കുട്ടികളും. ചന്ദ്രശേഖരന് ആ കാഴ്ച കണ്ടപ്പോൾ ഹൃദയം പിളരുന്ന വേദന തോന്നി. സാർ. ചന്ദ്രശേഖരെ കണ്ടതേ ശ്രീരേഖയുടെ മുഖം പാമ്പ് കൊത്തിയതുപോലെയായി. അവൾ ബാക്കി പറയും മുമ്പ് അയാൾ വേഗം മുന്നോട്ട് ചെന്ന് ശബ്ദം താഴ്ത്തി. വെറുതെ ബഹളം വെച്ച് ആളുകളെ കൂട്ടിയതുകൊണ്ട് കാര്യമില്ല ശ്രീരേഖയെ. സത്യം അതെനിക്കറിയണം. എൻ്റെ പീഡനം മൂലമാണ് രവീന്ദ്രൻ മരിച്ചതെന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ താൻ നിശ്ചയിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാണ്. ഒറ്റ കരച്ചിലായിരുന്നു ശ്രീരേഖ. കുട്ടികൾ ഭയന്ന് അവളെ അള്ളിപ്പിടിച്ചു. മുറ്റത്തുണ്ടായിരുന്നവർ പകച്ച് അങ്ങോട്ട് നോക്കി. അകത്ത് നിന്നിരുന്ന വൃദ്ധൻ തിടുക്കത്തിൽ വന്നു. എന്താ മോളെ? ആരാ ഇത്? ഇത് ശ്രീരേഖ വിക്കി. ചന്ദ്രശേഖർ സാറ്. ദുഷ്ടാ! കൈ ചൂണ്ടിക്കൊണ്ട് വൃദ്ധൻ പല്ലിറമി. എൻ്റെ മോനെ കൊന്നിട്ട് നിനക്ക് മതിയായില്ലേ? പിന്നെയും വന്നിരിക്കുന്നോ ഇവരെ കൂടി കൊല്ലാൻ? ചന്ദ്രശേഖർ തലകുടഞ്ഞു. എന്നെ കുറ്റപ്പെടുത്തും മുമ്പ് അമ്മാവൻ ശ്രീരേഖയോട് ചോദിക്കേ, ഞാനാണോ ഈ സംഭവത്തിന് കാരണക്കാരനെന്ന്. അപ്പോഴേക്കും മുറ്റത്തുണ്ടായിരുന്നവർ അയാളെ വളഞ്ഞു. പറഞ്ഞു ശ്രീരേഖ കുഞ്ഞെ. ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ മുറ്റം കടന്നു പോകത്തില്ല. ഏതു വലിയ പോലീസാണേലും. അവർക്ക് കലിപ്പായി. രംഗം വഷളാകുകയാണെന്ന് ചന്ദ്രശേഖരന് തോന്നി. പെട്ടെന്ന് ശ്രീരേഖ അറിയിച്ചു. ഇദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ട അച്ഛാ. അവിടെ വെച്ച് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതാ. അല്ലെങ്കിൽ അവരെൻ്റെ കുഞ്ഞുങ്ങളെ കൂടി കൊന്നേനെ. വൃദ്ധൻ്റെ കണ്ണുകളിൽ നടുക്കം മിന്നി. ആര്? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ചന്ദ്രശേഖർ പെട്ടെന്ന് ഇടപെട്ടു. ഒപ്പം അകത്തേക്ക് കയറുകയും ചെയ്തു. സാറിരിക്കെ. വൃദ്ധൻ ഒരു കസേര നീക്കിയിട്ടു. ചന്ദ്രശേഖർ ഇരുന്നു. ഒരു സെറ്റിയിൽ ശ്രീരേഖയും അവൾക്കരികിൽ കുഞ്ഞുങ്ങളും. മുറ്റത്ത് നിന്നവർ അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. അകത്തെ വാതിൽക്കലും കുറച്ച് സ്ത്രീകൾ എത്തി നോക്കി. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ അപ്പുറത്ത് പോ, വൃദ്ധൻ കൽപ്പിച്ചു. സ്ത്രീകൾ അകത്തു മറിഞ്ഞു. ശ്രീരേഖയെ. ചന്ദ്രശേഖർ അവൾക്ക് നേരെ തിരിഞ്ഞു. ഇന്നോ നാളെയോ ഞാൻ SI അല്ലാതാകും. അതിനു മുമ്പ് എനിക്ക് യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കണം. എൻ്റെ അനുജനായി കരുതിയിരുന്ന രവീന്ദ്രൻ്റെയും എൻ്റെ മകൻ വൈഷ്ണവിൻ്റെയും മരണത്തിൻ്റെ കണക്ക് തീർക്കണം. അല്ലാതെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. ഞാൻ പറയാം സാർ. ശ്രീരേഖയുടെ ചുണ്ടുവിറച്ചു. കണ്ണുകൾ നിറഞ്ഞു തൂവി. എനിക്കിനി ആരെ പേടിക്കാനാ? അവൾ സാരിത്തും ഉയർത്തി കണ്ണു തുറച്ചു. അതുവരെ ഇല്ലാതിരുന്ന ധൈര്യം വീണ്ടെടുക്കുന്നത് പോലെ പിന്നെ പറഞ്ഞു തുടങ്ങി. രാത്രി വളരെ ഇരുട്ടിയ രവിയേട്ടൻ വീട്ടിൽ വന്നത്. ആകെ തളർന്ന് അവശനായതുപോലെ. ആ രംഗം മനസ്സിൽ കാണുകയായിരുന്നു ശ്രീരേഖ. അതിനനുസരിച്ച് മുഖത്ത് നടുക്കത്തിൻ്റെ വിവിധ ഭാവങ്ങൾ മിന്നി. ചന്ദ്രശേഖറും രവീന്ദ്രൻ്റെ പിതാവും കാതു കൂർപ്പിച്ചിരുന്നു. എന്താ ചേട്ടാ വല്ലാതെ? വാതിൽ തുറന്ന് രവീന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയതേ ശ്രീരേഖ തിരക്കി. ഒന്നുമില്ല. അയാൾ വേഗം അകത്ത് കയറുകയും ഭീതിയോടെ പുറത്തെ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് വാതിലടച്ച് ബോൾട്ടിടുകയും ചെയ്തു. ശ്രീരേഖയ്ക്കും പരിഭ്രമമായി. ചേട്ടൻ വല്ലാതെ വീർത്തിട്ടുണ്ടല്ലോ. ആരെങ്കിലും പിന്നാലെ വരുന്നുണ്ടോ? നീ കുറച്ച് വെള്ളം കൊണ്ടുവാ. തളർന്നതുപോലെ അയാൾ കസേരയിലേക്ക് വീണു. ശ്രീരേഖ പെട്ടെന്ന് ഒരു കുപ്പി ഐസ് വാട്ടർ എടുത്തുകൊണ്ടുവന്നു രവീന്ദ്രന് കൊടുത്തു. 3/4 ഭാഗത്തോളം വെള്ളം കുടിച്ചിട്ട് അയാൾ കുപ്പി ടീപ്പോയിൽ വെച്ചു. ശ്രീരേഖയും അയാൾക്കരികിലിരുന്നു. ചേട്ടനെ എന്തോ പറ്റിയിട്ടുണ്ട്, എന്നോട് പറ. തോളിൽ കൈപ്പിടിച്ചുകൊണ്ട് അവൾ രവീന്ദ്രൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അയാൾ തലയനക്കി. കുഞ്ഞുങ്ങൾ ഉറങ്ങിയോടെ? ഉറങ്ങി. അടുത്ത നിമിഷം രവീന്ദ്രൻ ഒറ്റക്കരച്ചിൽ. ശ്രീരേഖയ്ക്കൊന്നും മനസ്സിലായില്ല. അവളുടെ ഭീതി ഇരട്ടിച്ചു. എന്താ ചേട്ടാ? ഇനി എനിക്ക് ചന്ദ്രശേഖർ സാറിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ലേടി. അദ്ദേഹത്തെ ഞാൻ ചതിച്ചു. അദ്ദേഹത്തിൻ്റെ മോനെ കൊല്ലാൻ കൂട്ടുനിന്നു. ഇന്ന് സാറെല്ലാം അറിഞ്ഞു. തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ പിടഞ്ഞുപോയി ശ്രീരേഖ. ചേട്ടൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദിവസം 4 വട്ടമെങ്കിലും ചന്ദ്രശേഖർ സാറിനെ കുറിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണത്തിൽ ദുഃഖിക്കുകയും ചെയ്തിരുന്ന തൻ്റെ ഭർത്താവ്. രവീന്ദ്രൻ്റെ ശബ്ദം അവളെ ഉണർത്തി. സത്യം, എനിക്കത് ചെയ്യാതിരിക്കാനായില്ല. അവരുടെ വലയത്തിൽ ഞാൻ പെട്ടുപോയി. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ. അവരെ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും
രവീന്ദ്രൻ ശക്തിയായി കിതച്ചു. ചേട്ടൻ എല്ലാം ഒന്ന് തുറന്നു പറ. അപ്പോൾ ഇത്തിരി ആശ്വാസം തോന്നും. അവൾ അയാളിലേക്ക് ഇത്തിരി കൂടി ചേർന്നിരുന്നു. ഒരു കുട്ടിയെ എന്ന വണ്ണം ചേർത്ത് പിടിച്ചു. അടുത്ത നിമിഷം പുറത്ത് ചില വാഹനങ്ങൾ ബ്രേക്കിടുന്ന ഒച്ച. രവീന്ദ്രനിലുണ്ടായ ഞെട്ടൽ ശ്രീരേഖ തിരിച്ചറിഞ്ഞു. പൊടുന്നനെ വാതിൽ തുടരെയുള്ള മുട്ടൽ. രവീന്ദ്ര, വാതിൽ തുറക്ക്. ഉടനെ ചില കാര്യങ്ങൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ അപകടമാ. ശ്രീരേഖയുടെ കൈമാറ്റി രവീന്ദ്രൻ എഴുന്നേറ്റു. അവളും ഒപ്പം ചെന്നു. യാന്ത്രികമായി അയാൾ വാതിൽ തുറന്നു. പുറത്ത് 6 പേർ. അവരിൽ മുന്നിൽ നിന്നിരുന്ന ആളിനെ കണ്ടപ്പോൾ അവൾ വിറച്ചുപോയി. ശ്രീരേഖ നടുങ്ങി രവീന്ദ്രൻ്റെ പിന്നിലേക്ക് മാറി. പുറത്തുനിന്ന സംഘത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആൾ അവളെ നോക്കി വല്ലാത്ത ഭാവത്തിലൊന്ന് ചിരിച്ചു. ഓടനാവട്ടം ശശാങ്കൻ. ഇയാൾ 2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ടെന്ന് ശ്രീരേഖ ഓർത്തു. അന്നൊക്കെ തന്നെ വൃത്തികെട്ട രൂപത്തിൽ നോക്കിയിട്ടുണ്ട്. ശശാങ്കൻ മുതലാളി. ഉമിനീർ പറ്റിയതുപോലെ രവീന്ദ്രൻ്റെ ശബ്ദം മുറിഞ്ഞു. എന്താ രവീന്ദ്ര ഇത്? വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അകത്തേക്കൊന്ന് ക്ഷണിക്കുക പോലും ചെയ്യാതെ കുന്തം വിഴുങ്ങിയ മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണോ വേണ്ടത്? ചോദിച്ചുകൊണ്ട് തന്നെ ശശാങ്കൻ അകത്തേക്ക് കാൽ വെച്ചു. തറയിൽ ഉറച്ചതുപോലെ അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ രവീന്ദ്രൻ. ശശാങ്കൻ ഒരു കസേരയിൽ അമർന്നു. വാ, വന്നിരിക്കേ. അയാളുടെ ശബ്ദത്തിൽ പരിഹാസം നിറഞ്ഞു. ഒപ്പം വന്നവർ വാതിൽക്കൽ കാവൽക്കാരെ പോലെ നിന്നു. അതിലൊരാളെ ശ്രീരേഖ തിരിച്ചറിഞ്ഞു. ഐസ് തമ്പി. എടോ, ഇവിടെ വരാൻ. ശശാങ്കൻ്റെ ശബ്ദത്തിൽ മുറുക്കം വന്നു. യാന്ത്രികമായി രവീന്ദ്രൻ അയാൾക്ക് മുന്നിലെത്തി. വീഴും പോലെ എതിരെയിരുന്നു. ശ്രീരേഖ തിടുക്കത്തിൽ അകത്തേക്ക് പോകാനാഞ്ഞു. പക്ഷേ ശശാങ്കൻ തടഞ്ഞു. ഹാ, ഇതെന്തൊരു പോക്കാ പെങ്ങളെ. ഇവിടെ ഇരിക്കേ, പറയട്ടെ. നീയും കൂടി കേൾക്കണം ഞങ്ങൾ തമ്മിലുള്ള സംസാരം. അറപ്പോടെ അവൾ രവീന്ദ്രൻ്റെ കസേരയ്ക്ക് പിന്നിൽ പിടിച്ചുകൊണ്ടു നിന്നു. ശശാങ്കൻ രവീന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോട്ടമുറപ്പിച്ചു. നിനക്ക് ഞാൻ എത്ര ലക്ഷം രൂപ തന്നിട്ടുണ്ടെന്ന് അറിയാമോ? 50, 60, അതോ അതിലും കൂടുതലോ? രവീന്ദ്രൻ മിണ്ടിയില്ല, മിടയിറക്കി. ശശാങ്കൻ തുടർന്നു. ഉദ്ദേശകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് നീ പറയുമായിരിക്കും. അത് ശരിയുമാ. പക്ഷേ എല്ലാവരും അകത്തു പോകുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ നീ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ വരവ് എനിക്ക് ഒഴിവാക്കാമായിരുന്നു. മുതലാളി, അതിന് ഞാൻ. രവീന്ദ്രൻ വിക്കി. എടാ. ശശാങ്കൻ്റെ ശബ്ദം അല്പം കൂടി കനത്തു. ചന്ദ്രശേഖർ വന്നു തന്നെ കണ്ട നിമിഷത്തിൽ തന്നെ തനിക്ക് അവനെ തീർക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. നീ എന്താ അങ്ങനെ ചെയ്യാഞ്ഞത്? നിന്റെ ഒരു ചെറിയ സഹായം ഉണ്ടായിരുന്നെങ്കിൽ പോലും സായികും ദ്രോണും കൂടി അവനെ അവിടെ വെച്ച് തീർത്തേനെ. ആ പിഴവ് കാരണം ഇപ്പോൾ എന്ത് സംഭവിച്ചു? രവീന്ദ്രന് ഉത്തരം മുട്ടി. ശ്രീരേഖയെ കൂടി ഒന്ന് നോക്കിയിട്ട് ശശാങ്കൻ സംസാരിച്ചു. സായികും ദ്രോണും അവൻ്റെ കസ്റ്റഡിയിലായി. അവൻ അവരെ ഇടിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. സത്യം തെളിയിക്കാൻ അവർ നിന്റെ പേര് മാത്രമേ പറയൂ എന്ന് കരുതാം. പക്ഷേ കൂടെ എല്ലാത്തിനും എൻ്റെ ഐസ് തമ്പിയും മറ്റും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സംശയം എൻ്റെ നേർക്ക് നീളില്ലേ? ഞാനും SP ബാസുരചന്ദ്രനും തമ്മിലാണെങ്കിൽ അടുപ്പത്തിലുമല്ല. എന്നെ കൂടി ജയിലിൽ കിടത്തുമോ താൻ? ഇല്ല മുതലാളി, അതൊരിക്കലും ഉണ്ടാവില്ല. രവീന്ദ്രൻ്റെ ശബ്ദം വിറച്ചു. അതൊക്കെ ഇപ്പോൾ പറയാം. പക്ഷേ രവീന്ദ്ര, ചന്ദ്രശേഖരനുണ്ടല്ലോ, അയാൾ നിന്നെ നിർത്തിപ്പൊരിക്കും. ചിലപ്പോൾ ചതച്ചെന്നും ഇരിക്കും. അപ്പോൾ നീ എൻ്റെ പേര് പറഞ്ഞു പോകും, എനിക്ക് ഉറപ്പാ. അസ്വസ്ഥനായി അയാൾ ഷർട്ടിൻ്റെ കോളറൊന്ന് ഇളക്കിയിട്ടു. ഇല്ല മുതലാളി, മരിക്കേണ്ടി വന്നാലും എൻ്റെ നാവിൽ നിന്ന് മുതലാളിയുടെ പേര് പുറത്തു വരില്ല. രവീന്ദ്രൻ തൊഴുതുപോയി. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇനി നീ അങ്ങനെ വിചാരിച്ചാൽ പോലും അത് ഞാൻ സമ്മതിക്കുകയുമില്ല. തനിക്കറിയാമോ, പ്രകൃതി സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ക്രഷർ യൂണിറ്റ് തുടങ്ങുന്നതിന് ആദ്യം എതിർപ്പുമായി വന്നത് ചന്ദ്രശേഖരൻ്റെ തന്തയാണ്. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി സമരം സംഘടിപ്പിച്ചു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴും നടക്കുന്നത്. ശക്തിയില്ലെന്ന് മാത്രം. കാരണം എന്താ? ഞാൻ തീർത്തു കളഞ്ഞു അയാളെ, ചന്ദ്രശേഖരൻ്റെ തന്തയെ. എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുമെന്ന് തോന്നുന്നവരെയൊക്കെ ഞാൻ അങ്ങനെ തീർത്തിട്ടുണ്ട്. ഒരു ഭാഗ്യ പരീക്ഷണത്തിനും ഞാൻ ഒരുക്കമല്ലെന്ന അർത്ഥം. ഒരു സിഗരറ്റ് തീപിടിപ്പിച്ചുകൊണ്ട് അയാൾ ശ്രീരേഖയെ നോക്കി. പെട്ടെന്ന് പോയി ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വാ പെങ്ങളെ. അവൾ മടിച്ചു. ഹാ, ചെല്ലേ. അവൾ രവീന്ദ്രനെ നോക്കി. അയാൾ കണ്ണുകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. ശ്രീരേഖ പെട്ടെന്ന് പോയി കടലാസും പേനയും കൊണ്ടുവന്നു. ഇനി നിന്റെ കൈപ്പടയിൽ തന്നെ ഞാൻ പറയുന്നത് പോലെ എഴുതിക്കോ രവീന്ദ്ര. ശശാങ്കൻ പുകയൂതി. പേപ്പറും പേനയും അയാൾ രവീന്ദ്രൻ്റെ മുന്നിലെ ടീപ്പോയിലേക്ക് നീക്കിവെച്ചു. ഞാൻ എന്തെഴുതാനാ മുതലാളി? രവീന്ദ്രന് ആപത്ത് മണത്തു. അടുത്ത നിമിഷം ഐസ് തമ്പിയടക്കം എല്ലാവരും വീടിനുള്ളിൽ കടന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. രവീന്ദ്രനും ശ്രീരേഖയും ശക്തമായി നടുങ്ങി. എഴുതടാ. ശശാങ്കൻ്റെ ഭാവം മാറി. വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് രവീന്ദ്രൻ പേനയെടുത്തു. വാചകങ്ങൾ ശശാങ്കൻ പറഞ്ഞു കൊടുത്തു. ആഗ്രഹമുള്ളത് കൊണ്ടല്ല ഞാൻ എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയിട്ട് പോകുന്നത്. മുതലാളി. ശിരസിൽ ഇടിമിന്നൽ പുളച്ചിറങ്ങിയതുപോലെ രവീന്ദ്രൻ വിറച്ചു. മരണം അയാൾ മുന്നിൽ കണ്ടു. എടാ, എഴുതാൻ. ശശാങ്കൻ ഒരു റിവോൾവർ വലിച്ചെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. ഇനിയും നീ എഴുതിയില്ലെങ്കിൽ നീ മാത്രമല്ല, നിന്റെ ഭാര്യയും ഒന്നുമറിയാതെ ഉറങ്ങുന്ന നിന്റെ കുഞ്ഞുങ്ങളും ബാക്കി കാണില്ല. നിന്റെ ഭാര്യയെ ഇവന്മാരെ ക്രൂരമായി റേപ്പ് ചെയ്തു കൊല്ലും. അങ്ങനെ ഒരു നാണക്കേട് കൂടി വേണോടാ. ഇതാകുമ്പോൾ നിന്റെ ഭാര്യയും കുട്ടികളും രക്ഷപ്പെടും. മുതലാളി, ഞങ്ങളെ കൊല്ലരുത്. ശ്രീരേഖ ഒറ്റക്കരച്ചിൽ. അടുത്ത സെക്കൻഡിൽ ഐസ് തമ്പി കുതിച്ചെത്തി ശ്രീരേഖയെ വട്ടം പിടിച്ച് വായ്ക്ക് മുകളിൽ കൈയമർത്തി. കഴിവട്ടെ മോളെ, മിണ്ടരുത്. രവീന്ദ്രൻ ചാടി എഴുന്നേറ്റു. വിടറാവളെ. ആ നിമിഷം ശശാങ്കൻ കസേരയിൽ നിന്നുയർന്നു റിവോൾവർ അയാളുടെ നെഞ്ചിൽ കുത്തിയമർത്തി. പന്നി.
നിന്റെ മുന്നിലിട്ട് ഇവളുടെ തുണി ഉരിയണോ? രവീന്ദ്രൻ ഒരു നിമിഷം നിശ്ചലനായി. നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ജീവനോടെ വേണോടാ? കാതുകൾക്കരികിൽ ശശാങ്കൻ്റെ തീക്കറ്റ് പോലുള്ള ശബ്ദം. അതോ ഒരു കൂട്ടമരണമാണോ നീ ആഗ്രഹിക്കുന്നത്? പറ, ഇപ്പം തന്നെ തീരുമാനിക്കണം. എനിക്ക് കളയാൻ ഒട്ടും സമയമില്ല. ശശാങ്കൻ രവീന്ദ്രൻ്റെ നെഞ്ചിലൂടെ ഇടം വലം റിവോൾവർ കൊണ്ട് വരച്ചു. അവരെ ഒന്നും ചെയ്യരുത്. രവീന്ദ്രൻ്റെ ചുണ്ടനങ്ങി. മിടുക്കൻ, എങ്കിലെഴുതിക്കോ. ശശാങ്കൻ പറഞ്ഞു കൊടുത്തപോലെ രവീന്ദ്രൻ എഴുതി. ഇനി ആ കത്ത് മടക്കി നീ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്. രവീന്ദ്രൻ അനുസരിച്ചു. പിന്നെ പെട്ടെന്ന് ശശാങ്കൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. എന്നെ എന്നെ കൊല്ലരുത് മുതലാളി. വേണമെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് എവിടേക്കെങ്കിലും പോയിക്കോളാം. അല്ലെങ്കിൽ എല്ലാ കുറ്റവും ഞാൻ സ്വയം ഏറ്റെടുത്തോളാം. ഇതൊന്നും ഒരു പരിഹാരമല്ല രവീന്ദ്ര. ശശാങ്കൻ പിന്നോട്ട് മാറി. കണ്ണുകൾ കൊണ്ട് മുറിയാകെ ഒഴിഞ്ഞു. തലയ്ക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിൽ നോട്ടം തറച്ചു. ശശാങ്കൻ ഒപ്പം വന്നവർക്ക് ഒരു സംജ്ഞ നൽകി. ഒരാൾ ഫാൻ ഓഫ് ചെയ്തു. ഒപ്പം ഒരു പ്ലാസ്റ്റിക് കയർ ശശാങ്കൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുള്ളിൽ ഒരു കയറുണ്ട് രവീന്ദ്ര. നീ തന്നെ ഒരു കസേര നീക്കിയിട്ട് അത് ഫാനിൽ കെട്ട്. മുതലാളി, രവീന്ദ്രൻ ദയനീയമായി വിളിച്ചു. വേണ്ട, അയാൾ പല്ലിളിച്ചു. ഇനി നീ നാവനക്കാൻ പാടില്ല. നിന്റെ കുടുംബത്തിനും എൻ്റെ രക്ഷയ്ക്കും പിന്നെ ചന്ദ്രശേഖരൻ്റെ നാശത്തിനും ഇത് അനിവാര്യമാണ്. ഇതാണ് നിന്റെ നിയോഗം. അത്രമാത്രം കരുതിയാൽ മതി. രവീന്ദ്രൻ അവസാനമായി എന്നവണ്ണം തിരിഞ്ഞു ശ്രീരേഖയെ നോക്കി. ഐസ്തംഭിയുടെ കൈകൾക്കുള്ളിൽ ചലിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ് അവൾ. അവളുടെ കണ്ണുകൾ തുറച്ചു വരുന്നു. രവീന്ദ്രൻ്റെ കവിളിലൂടെ നനവിൻ്റെ 2 വരകൾ താഴേക്ക് വന്നു. പിന്നെ അയാളൊന്നും ചിന്തിച്ചില്ല. കസാര നീക്കിയിട്ട് അതിൽ കയറി നിന്നു. കയറിൻ്റെ ഒരഗ്രം ഫാനിൽ കെട്ടി. ഇനി നിന്റെ കഴുത്തിലും, ശശാങ്കൻ കൽപ്പിച്ചു. രവീന്ദ്രൻ്റെ കണ്ണുകളിൽ ചാവുമൃഗത്തിൻ്റെ ദയനീയത വന്നു. ശശാങ്കൻ അത് ശ്രദ്ധിച്ചില്ല. രവീന്ദ്രൻ കയർ കഴുത്തിൽ കെട്ടിയ നിമിഷം ശശാങ്കൻ കസേരയിൽ ഒറ്റത്തട്ട്. അത് ചെരിഞ്ഞു വീണു. മുമ്പിൽ ചാകുന്നവൻ്റെ പിടച്ചിൽ. നിലവിളിക്കാൻ പോലും കഴിയാതെ ശ്രീരേഖ കണ്ണുകൾ ഇറുക്കിയടച്ചു. കേട്ടോണം നീയും. ശശാങ്കൻ അവൾക്ക് മുന്നിലേക്കെത്തി കാതിൽ പറഞ്ഞു. ഇനി പോലീസ് വരുമ്പോൾ ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ നീ പിച്ച് ചീന്തപ്പെടും. നിന്റെ കുഞ്ഞുങ്ങൾ തുണ്ടം തുണ്ടമാക്കപ്പെടും. ഓർത്തോണം എപ്പോഴും. അവർക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് പ്ലാസ്റ്റിക് കയർ കൊണ്ടുവന്ന കവർ കൂടി എടുത്തുകൊണ്ട് ശശാങ്കനും സംഘവും വാതിൽ വലിച്ചു തുറന്ന് പുറത്തു കടന്നു. ഞാൻ അവിടെ തന്നെ ബോധം കെട്ട് വീണു സാർ. പിന്നെ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ രവിയേട്ടൻ. ശ്രീരേഖ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. കുഞ്ഞുങ്ങൾ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിനിടയിലും ശ്രീരേഖയുടെ ശബ്ദം ചിലമ്പിയെത്തി. പിന്നീട് ഞാൻ നിലവിളിച്ചപ്പോൾ അയൽക്കാർ ഓടി വന്നു. അകത്തുനിന്ന് കുഞ്ഞുങ്ങളും സാറും മറ്റും അവിടെ വന്നപ്പോൾ എനിക്ക് എങ്ങനെ പറയാതിരിക്കാനും കഴിഞ്ഞില്ല. എല്ലാം കേട്ട് ചലനമറ്റിരിക്കുകയായിരുന്നു ചന്ദ്രശേഖർ. രവീന്ദ്രൻ്റെ പിതാവിനും ശബ്ദിക്കാനായില്ല. സാർ, ശ്രീരേഖ ശബ്ദമുയർത്തി. ഞെട്ടിയതുപോലെ ചന്ദ്രശേഖർ പകച്ചു നോക്കി. വിടരുത് സാർ ശശാങ്കനെ. ഏത് കോടതിയിലും വന്ന് ഞാൻ സത്യം പറയാം. ശരിയാ സാറേ. വൃദ്ധനൊന്ന് ആവനയ്ക്ക്. അവനൊന്ന് ഇനി പുറലോകം കാണരുത്. എനിക്കുള്ളതെല്ലാം വിറ്റിട്ടാണെങ്കിലും ഞാൻ കേസ് നടത്തും. ചന്ദ്രശേഖർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. തൻ്റെ അച്ഛനെയും അതും ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അച്ഛൻ ബൈക്കിൽ കൊട്ടാരക്കരയിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നു അച്ഛനെ ഇടിച്ചു തെറിപ്പിച്ചത്. ആവേശം ചന്ദ്രശേഖറിൻ്റെ ഞരമ്പുകളിലൂടെ അഗ്നിയായി പ്രവഹിച്ചു. കാറ്റുകണക്കെ ചന്ദ്രശേഖർ കുതിച്ചെഴുന്നേറ്റു. ഞാൻ പോകുക. അവനൊന്നും മാപ്പ് കൊടുക്കില്ല. കൂടുതലൊന്നും പറയാതെ അയാൾ പുറത്തേക്ക് പാഞ്ഞു. അകത്ത് പറഞ്ഞതൊക്കെ കേട്ട് വാതിൽക്കൽ നിന്നിരുന്ന നാട്ടുകാർ നടുക്കത്തോടെ ഇരുവശത്തേക്കും മാറി. പറക്കുന്നതുപോലെ ചന്ദ്രശേഖർ ചെന്നു ബൊലേറോയിൽ കയറി. എഞ്ചിൻ മുരണ്ടു. മിന്നൽ വേഗത്തിൽ വണ്ടി തിരിഞ്ഞു. വഴി പിന്നിട്ട് കുളത്തിനടുത്തെത്തിയത് 4 മിനിറ്റ് കൊണ്ട്. പന്തളം ജംഗ്ഷനിലെ പാലം നടക്കുകയായിരുന്നതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയായിരുന്നെങ്കിലും അയാൾ അവിടെ തന്നെ പോയി. പോലീസ് സ്റ്റേഷൻ അരികിൽ നിന്ന് വലത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. ഷൈൻസ് ബിയർ ആൻഡ് വൈൻ പാർലറിന് പിന്നിലൂടെ ഉണ്ടാക്കിയ അപ്രോച്ച് റോഡ് വഴി 2-3 വീലറുകൾക്ക് മാത്രം സഞ്ചരിക്കാൻ ഒരുക്കിയിരുന്ന വഴിയെ പോലീസ് വാഹനത്തിൻ്റെ വരവ് കണ്ട് എതിരെ വന്ന ബൈക്കുകളും ഓട്ടോകളും ലൈറ്റ് ഡീം ചെയ്ത് പെട്ടെന്ന് സൈഡ് ഒതുക്കി. എന്നിട്ടും ഒരു ഓട്ടോയിൽ നേരിയ തോതിൽ ബൊലേറോ ഉരഞ്ഞു. ചന്ദ്രശേഖർ അതൊന്നും ശ്രദ്ധിച്ചില്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കടന്ന് അരൂർ ഭാഗത്തേക്ക് ആക്സിലേറ്റർ ഞെരിച്ചു. അതിനിടെ താൻ സ്പൈ ക്യാമറയിലൂടെ എടുത്ത ശ്രീരേഖയുടെ ചിത്രങ്ങൾ അടങ്ങിയ സംഭാഷണങ്ങൾ അത്രയും സെൽഫോൺ വഴി മക്കളുടെ മെയിൽ ഐഡിയയിലേക്ക് സെൻഡ് ചെയ്തു. ഒരു മുൻകരുതലിന് എന്ന വണ്ണം. വീട്ടിലെ ലാൻഡ് ഫോൺ കേബിൾ 2 ദിവസമായി മുറിഞ്ഞു കിടക്കുകയാണ്. അത് നന്നാക്കിയാലുടൻ വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് എടുക്കാം. മക്കളുടെ സെൽഫോണിൽ നെറ്റിൻ്റെ കണക്ഷൻ ഇല്ല താനും. അതുകൊണ്ട് തൽക്കാലം അവർ ഇത് കാണുകയുമില്ല. രാത്രി 9 മണിയായപ്പോൾ ചന്ദ്രശേഖർ കൊട്ടാരക്കരയിലെത്തി. SPയെ വിളിച്ചപ്പോൾ അദ്ദേഹം വീട്ടിലാണെന്നറിഞ്ഞു. അവിടേക്ക് വണ്ടി വിട്ടു. ബാസുരചന്ദ്രൻ അയാളെ കാത്തിരിക്കുകയായിരുന്നു. പ്രകാശ് ചന്ദ്രൻ ഇനിയും വന്നിട്ടില്ല. എന്താ ശേഖര, തൻ്റെ അന്വേഷണത്തിൽ പ്രോഗ്രസ് ഉണ്ടോ? ബാസുരചന്ദ്രൻ്റെ മുഖത്ത് ആകാംക്ഷ തിങ്ങി. വനിതയും അങ്ങോട്ട് വന്നു. സാർ ഉണ്ട്, ചന്ദ്രശേഖർ ആവേശത്തോടെ പറഞ്ഞു. SPയുടെ മുഖം തെളിഞ്ഞു. വേഗം പറ, കേൾക്കട്ടെ. അയാൾ മുന്നോട്ട് ആഞ്ഞിരുന്നു. ചന്ദ്രശേഖർ എല്ലാം പറഞ്ഞു. SPയുടെ മുഖം തെളിഞ്ഞു. മതി ശേഖര, ശ്രീരേഖ പറഞ്ഞത്രയും താൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട് സാർ. SP എഴുന്നേറ്റു. എങ്കിൽ ഇനി ഒട്ടും സമയം കളയരുത്. സംഗതി ലീക്ക് ചെയ്യുകയോ മുകളിൽ നിന്ന് വിളി വരികയോ ചെയ്യുന്നതിന് മുമ്പ് ഓടനാവട്ട ശശാങ്കനെ പൊക്കിക്കോ. കഴിയുന്നത്ര പോലീസ് ഫോഴ്സിനെ ഞാൻ വിട്ടുതരാം. അത് വേണ്ട സാർ, ചന്ദ്രശേഖർ തടഞ്ഞു.
കൂടുതൽ പേർ വിവരം അറിഞ്ഞാൽ വാർത്ത ശശാങ്കൻ്റെ കാതുകളിലെത്തും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അയാളുടെ ശമ്പളം പറ്റുന്നവരുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് അവനെ പിടിക്കും, സ്റ്റേഷനിൽ എത്തിക്കും. മുമ്പ് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. എന്നാലും താൻ ഒറ്റയ്ക്ക്? എസ് പിക്ക് സന്ദേഹം. അത് മതി സാർ, ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറഞ്ഞു. ഒപ്പം യാത്ര ചോദിച്ച് ബൊലേറോയിൽ കയറി. ശശാങ്കനെ തേടിപ്പോകുമ്പോൾ അയാൾ ചിന്തിച്ചു, HC അശോകനെ കൂടി വിളിച്ചാലോ? പക്ഷേ പെട്ടെന്ന് തിരുത്തി, വേണ്ട. അയാൾ ശശാങ്കൻ്റെ ശത്രുവാകും. അശോകൻ്റെ കുടുംബത്തിന് താൻ കാരണം ആപത്തുണ്ടാകരുത്. ഇനി താൻ താഴേക്കും മേലേക്കും നോക്കാത്ത ഒരു കളിക്കാണ് മുതിരുന്നത്. ഓടനാവട്ടം. ജംഗ്ഷൻ കടന്ന് മുന്നോട്ട് പോയി ബൊലേറോ വലത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ അയാളുടെ ഫോൺ ശബ്ദിച്ചു. എടുത്തു നോക്കി. വീട്ടിൽ നിന്നാണ്. വണ്ടിയുടെ വേഗം ഒട്ടും കുറയ്ക്കാതെ ഫോൺ കാതോട് അമർത്തി. അപ്പുറത്ത് ഋഷികേശ് ആയിരുന്നു. അച്ഛൻ എവിടെയാ? ഇവിടെ തന്നെയുണ്ട്. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ, അച്ഛൻ എന്തിയെന്നറിയാൻ വിളിച്ചതാ. ഒരു മണിക്കൂറിനുള്ളിൽ ഞാനെത്തും. അയാൾ കോൾ മുറിച്ചു. അകലെ അല്പം ഉയർന്ന പ്രദേശത്ത് ശശാങ്കൻ്റെ ബംഗ്ലാവിന് മുകളിലെയും മതിലുകളിലെയും വെളിച്ചം കണ്ടു. ഗേറ്റിനടുത്തെത്തിയപ്പോൾ ചന്ദ്രശേഖരൻ്റെ നെറ്റി ചുളിഞ്ഞു. അത് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. ശശാങ്കൻ ഇതുവരെ വന്നില്ലേ? അയാൾ അകത്തേക്ക് കടന്നതും പോർച്ചിൽ ബെൻസ് കാർ കണ്ടു. അതിന് പിന്നിൽ ബൊലേറോ ബ്രേക്ക് ഇട്ടു. തറയിലേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രശേഖരൻ്റെ നെഞ്ചിടിപ്പേറി. വിളിച്ചാലൂടെ കൂടെ പോരുന്ന ആളല്ല ശശാങ്കൻ. അയാൾ അരയിൽ തപ്പി നോക്കി. പിസ്റ്റൾ ഭദ്രമായുണ്ട്. ചന്ദ്രശേഖർ ചുറ്റും ശ്രദ്ധിച്ചു. പ്രധാന വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. മുകൾ നിലയിലെ മുറികളിലൊന്നും വെളിച്ചമില്ല. അകത്തുനിന്ന് നേരിയ തോതിൽ ടിവിയുടെ ശബ്ദം കേൾക്കാം. ഒറ്റ കുതിപ്പിന് ചന്ദ്രശേഖർ സിറ്റൗട്ടിലെത്തി. കോളിംഗ് ബെൽ സ്വിച്ചിൽ വിരൽ അമർത്തി പിടിച്ചു. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ശശാങ്കനാണെന്ന് കരുതി മുന്നോട്ടായം ഭാവിച്ചതാണ് ചന്ദ്രശേഖർ. പക്ഷേ മുന്നിലൊരു സ്ത്രീയായിരുന്നു. പതിവിലധികം ആഭരണങ്ങൾ ധരിച്ച തടിച്ചു കുറുകിയ സ്ത്രീ, ശശാങ്കൻ്റെ ഭാര്യ. തൊട്ടുമുന്നിൽ ചന്ദ്രശേഖരൻ്റെ കത്തുന്ന മുഖം കണ്ട് അവർ ഒന്ന് പതറി. എന്തു വേണം? പെട്ടെന്ന് അവരുടെ ഭാവം മാറി. മിസ്റ്റർ ശശാങ്കനെ കാണണം. അയാൾ അകത്തേക്ക് എത്തി നോക്കി. ഇവിടെ ഇല്ലല്ലോ, അവർ പറഞ്ഞു. കള്ളം പറയരുത്. അയാൾ കാറിന് നേർക്ക് കൈ ചൂണ്ടി. അതെവിടെ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയോ? സ്ത്രീ നെറ്റി ചുളിച്ചു. നിങ്ങളാരാ? SI. ഓ, അവർ പുച്ഛിച്ചു. ഇവിടെ 10-12 വണ്ടികളുണ്ട്. ബെൻസിൽ മാത്രമേ അദ്ദേഹം സഞ്ചരിക്കാവൂ എന്നൊന്നും നിർബന്ധമില്ലല്ലോ. അവർ പറയുന്നതിനിടയിൽ തന്നെ ചന്ദ്രശേഖർ അകത്തേക്ക് കയറി. നിങ്ങളിത് എങ്ങോട്ട് തള്ളി കയറി പോവുകയാ? അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? സ്ത്രീക്ക് ദേഷ്യം വന്നു. അത് ശ്രദ്ധിക്കാതെ ചന്ദ്രശേഖർ മുറിയാകെ നോക്കി. ഒരു കോടീശ്വരന് അനുയോജ്യമായ ഹാൾ. 2ാം നിലയിലേക്ക് ഇരുവശത്തു കൂടിയും കോണിപ്പടികൾ. സ്ത്രീ കലിപ്പോടെ വീണ്ടും ചന്ദ്രശേഖരൻ്റെ മുന്നിലെത്തി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? അയാൾ തല കുടഞ്ഞു. ഈ വീട് മുഴുവൻ തിരഞ്ഞാൽ ഞാൻ ശശാങ്കനെ കണ്ടെത്തിയെന്ന് വരും. പക്ഷേ പിന്നീട് അയാൾ 2 കാലിൽ നടക്കില്ല. അത് വേണോ? അതുകൊണ്ട് പറഞ്ഞോ, അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ചന്ദ്രശേഖരൻ്റെ ശബ്ദം മാറി. ഒളിക്കാനോ? ഒരു SIയുടെ മുന്നിലോ? അവർ പുച്ഛിച്ചു. IG വന്നാൽ പോലും അദ്ദേഹം ഒളിക്കില്ല. താൻ അറിഞ്ഞ കാര്യം അറിഞ്ഞുവെങ്കിലല്ലേ ശശാങ്കനെ ഒളിക്കേണ്ട കാര്യമുള്ളൂ എന്ന് ചന്ദ്രശേഖറും ഓർത്തു. ഇവിടെ മറ്റാരൊക്കെയുണ്ട്? അയാൾ ആ സ്ത്രീയുടെ മുഖത്തേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ചു. സെർവൻസ്. അവർ എളിയിൽ കൈക്കുത്തി നിന്നു. ആ ഭാവം കണ്ടപ്പോൾ കവിടടക്കമൊന്ന് പൊട്ടിക്കാനാണ് ചന്ദ്രശേഖരന് തോന്നിയത്. എങ്കിലും സംയമനം പാലിച്ചു. നിങ്ങൾക്ക് മക്കളില്ലേ? ഉണ്ട്. അവർ ഡൽഹിയിൽ പഠിക്കുക. അവൾ കനപ്പിച്ചു മൂളി. എപ്പോഴാണ് ശശാങ്കൻ പോയത്? 10 മിനിറ്റായി കാണും. ചന്ദ്രശേഖരൻ്റെ ചിന്തയിൽ ഒരു ഞെട്ടൽ. എവിടേക്കാണെന്ന് പറഞ്ഞോ? തിരുവനന്തപുരത്തിന്. മറ്റൊന്നും ചോദിക്കാതെ ചന്ദ്രശേഖർ മടങ്ങി. എങ്ങനെ ശശാങ്കനെ കണ്ടുപിടിക്കും? മെയിൻ റോഡിൽ എത്തുന്നതുവരെ അയാൾ അതാണ് ആലോചിച്ചത്. പെട്ടെന്ന് ഓർത്തതുപോലെ അയാൾ വണ്ടി ഒതുക്കി. പിന്നെ സൈബർ സെല്ലിലെ സിവിൽ പോലീസ് ഓഫീസർ ഡേവിഡിനെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അപ്പുറത്ത് ഫോൺ എടുത്തു. പറയൂ ശേഖർ സാർ. താൻ എവിടെ ഡേവിഡേ? ഓഫീസിലുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയാ. ഗുഡ്. താൻ ഇനി പറയുന്ന നമ്പറുള്ള ഫോണിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരണം. അർജൻറ്റാ. അയാൾ ശശാങ്കൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. ശരി സാർ. 2 മിനിറ്റ്. കോൾ മുറിഞ്ഞു. ആ ഇടവേളയിൽ താൻ SP-യുമായി സംസാരിച്ചതെന്ന് ചന്ദ്രശേഖർ മക്കളുടെ മെയിൽ ID-യിലേക്ക് സെൻഡ് ചെയ്തു. 2 മിനിറ്റിന് മുമ്പ് ഡേവിഡ് തിരിച്ചു വിളിച്ചു. സാർ, പുയ്യപ്പള്ളി ടവർ പരിസരത്ത് തന്നെയുണ്ട് ഈ ഫോൺ ലൊക്കേഷൻ. ചന്ദ്രശേഖർ പിടഞ്ഞുണർന്നു. താങ്ക് യു ഡേവിഡ്. സാർ, TV-യിൽ കണ്ടുവെല്ലാം. എന്തായി കാര്യങ്ങൾ? എല്ലാത്തിനും തീരുമാനമുണ്ടാകാൻ പോവുകയോ ഡേവിഡേ? ഈ രാത്രിയിൽ. പിന്നെ വിശദമായി പറയാം. പെട്ടെന്ന് ഫോൺ പോക്കറ്റിലിട്ട് അയാൾ വണ്ടിയെടുത്തു. ഡേവിഡ് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ശശാങ്കൻ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവാനാണ് സാധ്യത. ഓഡിറ്റോറിയം. അത് കാണത്തക്ക അകലത്തിൽ റോഡിൽ നിന്ന് അല്പം അകലേക്ക് നോക്കി ചന്ദ്രശേഖർ ബൊലേറോ നിർത്തി. പിന്നെ അങ്ങോട്ട് നടന്നു. അതിനു മുന്നിൽ വെളിച്ചമുണ്ടായിരുന്നു. ഓഫീസ് റൂമിലും. മതിലിന് മുകളിലൂടെ 2 വാഹനങ്ങൾ മുറ്റത്ത് കിടക്കുന്നത് കാണാം. ചന്ദ്രശേഖരന് ഉറപ്പായി ശശാങ്കൻ അവിടെയുണ്ട്. റോഡിലെ തിരക്ക് കുറഞ്ഞു തുടങ്ങിയിരുന്നു. മതിലിൻ്റെ അടുത്തെത്തിയതും ചന്ദ്രശേഖർ ഇടതുവശത്തേക്ക് മാറി. മതിലിൻ്റെ നിഴലിലൂടെ അല്പം നടന്നിട്ട് അതിൽ പിടിച്ചു കയറുവാൻ പറ്റിയ ഒരു ഭാഗത്തെത്തി. ആ വഴി ഒരു കാറ്റാടി മരത്തിൻ്റെ നിഴലിലേക്ക് ഇറങ്ങി. എന്നിട്ട് കെട്ടിടത്തിൻ്റെയും നിഴൽ പറ്റി മുന്നോട്ട്. പൊടുന്നനെ ചന്ദ്രശേഖർ നിന്നു. പാഞ്ഞു വന്ന ഒരു ബൈക്ക് ഗേറ്റിന് മുന്നിൽ ബ്രേക്ക് ഇടുന്നു. വാച്ചർ വേഗം ഗേറ്റ് തുറന്നു കൊടുത്തു. ബൈക്ക് മറ്റു വാഹനങ്ങൾക്കരികിൽ വന്നു നിന്നു. അതിൽ നിന്ന് ധൃതിയിലിറങ്ങിയ ആളിനെ കണ്ട് ഞെട്ടിപ്പോയി ചന്ദ്രശേഖർ. പ്രകാശ് ചന്ദ്രൻ. ഈ നേരത്തെ ഇവനിവിടെ? ചന്ദ്രശേഖരന് സംശയത്തിൻ്റെ ചൂരടിച്ചു. ശശാങ്കനും പ്രകാശ് ചന്ദ്രനുമായി ശത്രുതയിലാണെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ ആരോ വാതിൽ തുറന്നു കൊടുത്തതും പ്രകാശ് ചന്ദ്രൻ അകത്തു മറഞ്ഞു.
ചന്ദ്രശേഖർ എ സി റൂമിൻ്റെ പുറത്തെത്തി ജനാലയ്ക്ക് നിന്ന് കാതു കൂർപ്പിച്ചു. എന്നാൽ അകത്തെ സംഭാഷണമൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അയാൾ വേഗം അവിടെ നിന്ന് മാറിയിട്ട് SP ബാസുരചന്ദ്രനെ വിളിച്ചു. പെട്ടെന്ന് ഫോൺ എടുക്കപ്പെട്ടു. അവനെ കിട്ടിയോ ശേഖര? SP ചോദ്യം. ഇല്ല സാർ. പ്രകാശ് എവിടെയുണ്ടോ? ഇല്ല. എന്താടോ? എൻ്റെ കണ്ണെത്തുന്ന അകലത്തിൽ ശശാങ്കനുണ്ട് സാർ, ഒപ്പം പ്രകാശും. നോ. SP ശബ്ദം വല്ലാതെ ഉയർന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ശേഖര. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് സാർ. ശേഖര. SP സ്വരത്തിൽ അമ്പരപ്പ്. യെസ് സാർ. ഞാൻ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും പ്രകാശിനെ അറിയാമായിരുന്നെന്ന് വിശ്വസിച്ചോട്ടെ? ഒരു പക്ഷേ ശശാങ്കനൊപ്പം അവനും. ശേഖര. SP ഞെട്ടിവിറച്ചെന്നുറപ്പ്. അങ്ങനെയാണ് അവനെങ്കിൽ നീ ഇപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടരുത്. ശശാങ്കനെ പിടിച്ചോ. പക്ഷേ സാർ, മരിച്ചത് എൻ്റെ മകനും അച്ഛനുമാണ്. ഒരു പാവം സബോർഡിനേറ്റാണ്. ആ വാചകങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അറിയാം ശേഖര. എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാം. ഞാനും നീയും തമ്മിലുള്ള അടുപ്പം കൊണ്ട് അപേക്ഷിക്കുകയാണെന്ന് കരുതിക്കോ. നേരം പുലരുന്നതുവരെ പ്രകാശിനെ നീ തുടരുത്. എനിക്ക് അവനോട് സംസാരിക്കണം. അവൻ കുറ്റവാളിയാണെങ്കിൽ അവനും മാപ്പില്ല. ഇതെൻ്റെ ഉറപ്പാണ്. എൻ്റെ പദവിയും അധികാരവും ഒന്നും അവനെ സഹായിക്കില്ല. വല്ലാതെ പതറിയിരിക്കുന്ന SP എന്ന് ചന്ദ്രശേഖരന് ബോധ്യമായി. എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ സാർ? ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ കാക്കിക്കുള്ളിലുണ്ടാവില്ല. ശരി സാർ. ചിന്തയുടെ അയാൾ ഫോൺ പോക്കറ്റിലിട്ട് എന്നിട്ട് കാത്തുനിന്നു. 2 മിനിറ്റ് കഴിഞ്ഞു കാണും. പെട്ടെന്ന് ചിലർ വാഹനങ്ങളിൽ ചാടിക്കയറുന്നതാണ് അയാൾ കണ്ടത്. പിസ്റ്റൾ വലിച്ചെടുത്തുകൊണ്ട് അയാൾ അവിടേക്ക് കുതിച്ചു. സ്റ്റോപ്പ്! അയാൾ ഗർജിച്ചു. അപ്പോഴേക്കും ഗേറ്റ് തുറക്കപ്പെട്ടു. പ്രകാശ് ചന്ദ്രൻ്റെ ബൈക്ക് ആദ്യം പാഞ്ഞുപോയി. അതിന് പിന്നാലെ ഒരു ഇന്നോവയും സുമോ വാനും. ശത്രുക്കൾ രക്ഷപ്പെടുകയാണ്. ചന്ദ്രശേഖർ പിന്നാലെ കുതിച്ചു. ഏയ്! വാച്ചർ അയാളെ തടയാനാഞ്ഞു. ചന്ദ്രശേഖർ കൈച്ചുരുട്ടി ഒറ്റയിടി. വാച്ചർ നിലവിളിയോടെ ഗേറ്റിൽ ചെന്നിടിച്ചു. ചന്ദ്രശേഖർ പാഞ്ഞു ചെന്ന് ബൊലേറോയിൽ കയറി. അതിനിടെ ഇന്നോവയും മറ്റും പോകുന്നത് ശ്രദ്ധിച്ചു. അവയ്ക്ക് പിന്നാലെ അയാളും വണ്ടി പറത്തിവിട്ടു. പെട്ടെന്ന് ഞെട്ടലോടെ കണ്ടു വാഹനങ്ങളുടെ പിന്നാലെ വെളിച്ചം മറഞ്ഞത് തൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണെന്ന്. ചന്ദ്രശേഖർ ആക്സിലേറ്റർ ചവിട്ടി അമർത്തി. ബൊലേറോ ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. ഇവിടെ വെച്ചാണ് തൻ്റെ മക്കൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് അയാൾ ഓർത്തു. ബൊലേറോ കയറ്റം കയറി. മുന്നിൽ പോയ വാഹനങ്ങൾ കണ്ടില്ല. കൊട്ടേപ്പാറ പുതിയ പാറമടയിലേക്ക് എത്തിയതും മടയിലേക്കുള്ള വഴിയിൽ 4 തീക്കണ്ണുകൾ തെളിഞ്ഞു. ചന്ദ്രശേഖർ ഞെട്ടി ബ്രേക്ക് അമർത്തി. V ആകൃതിയിൽ 2 വാഹനങ്ങൾ റോഡിലേക്ക് എടുത്തു ചാടി. ഒന്ന് ബൊലേറോയ്ക്ക് മുന്നിലും അടുത്തത് പിന്നിലും. ചന്ദ്രശേഖറിന് ആപത്ത് ബോധ്യമായി. തൻ്റെ സ്പൈ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് പിസ്റ്റൾ എടുത്തുകൊണ്ട് അയാൾ വാഹനങ്ങളുടെ വെളിച്ചത്തിലേക്ക് ഇറങ്ങി. 2 വാഹനങ്ങളുടെയും ഡോറുകൾ ഒരേ സമയം തുറക്കപ്പെട്ടു. ശശാങ്കനും ഐസ്തംഭിയും ഗുണ്ടകളുമടക്കം പാഞ്ഞിറങ്ങി അയാളെ വളഞ്ഞു. അക്കൂട്ടത്തിൽ ദ്രോണിനെയും സായകനെയും അയാൾ കണ്ടു. ശേഖര, ഇത്തരം ഒരു മുഖാമുഖത്തിനാണ് ഞാൻ കാത്തിരുന്നത്. ശശാങ്കൻ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് മുന്നിലെത്തി. ഞാനും. പറഞ്ഞത് ചന്ദ്രശേഖരൻ അയാളുടെ നെഞ്ചിന് നേർക്ക് പിസ്റ്റൾ ചൂണ്ടി. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ മകൻ്റെയും ജീവന് പകരം നിന്റെ പ്രാണൻ ഞാനിങ്ങെടുക്കുകയാ. അയാളുടെ കൈവിരൽ ട്രിഗറിലേക്ക് തെന്നി നീങ്ങി. പക്ഷേ പിന്നിൽ നിന്ന് തൻ്റെ വാരിയലുകൾക്കിടയിലേക്ക് ഒരു ലോഹം കുത്തിക്കയറിയതറിഞ്ഞ് അയാൾ വെട്ടിത്തിരിഞ്ഞു. നിലവിളിക്കാൻ ഭാവിച്ച വായിൽ നിന്ന് ശബ്ദം വന്നില്ല. പകച്ചുപോയി അയാൾ. പ്രകാശ് ചന്ദ്രൻ. സോറി അങ്കിളെ. വടിവാൾ വലിച്ചൂരി അവൻ ഒന്നുകൂടി കുത്തി. ചന്ദ്രശേഖരൻ്റെ അലർച്ച പാറമടയിൽ പ്രതിധ്വനിച്ചു. പ്രകാശേ! അലറിക്കൊണ്ട് ചന്ദ്രശേഖർ അവൻ്റെ നേർക്കു പിസ്റ്റൾ ചൂണ്ടി. സ്വന്തം മകനെ പോലെ കൂടെ നിന്ന് നീ ചതിക്കുകയായിരുന്നു അല്ലേടാ? ചന്ദ്രശേഖരൻ്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങുന്നത് വാഹനങ്ങളുടെ വെളിച്ചത്തിൽ പ്രകാശ് ചന്ദ്രൻ കണ്ടു. അവൻ്റെ നോട്ടം അയാളുടെ മുഖത്തേക്കും പിസ്റ്റളിൻ്റെ കുഴലിലേക്കും മാറി മാറി പതിഞ്ഞു. വടിവാളിനെ പിടിവിട്ടിട്ട് അവൻ 2 അടി പിന്നോട്ട് മാറി. വടിവാൾ ചന്ദ്രശേഖരൻ്റെ വയറ്റിൽ തറഞ്ഞു നിന്നു. അതുവഴി ഒരു തുള്ളി ചോര പോലും പൊടിച്ചില്ല. എന്നാൽ ആദ്യം കുത്തേറ്റ പിൻഭാഗത്തു നിന്നും ചോര പതഞ്ഞു വരുന്നത് ഓടനാവട്ട ശശാങ്കനും മറ്റും കണ്ടു. 2 കുത്തുകൊണ്ടാലൊന്നും മരിക്കുന്നവനല്ലട ഞാൻ. ചന്ദ്രശേഖർ വേദന കടിച്ചമർത്തി. ഞാൻ പോയാലും എൻ്റെ കുടുംബത്തിനു വേണ്ടി നിന്നെയൊക്കെയും തീർക്കും. അയാൾ പ്രകാശ് ചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. പക്ഷേ അതേ നിമിഷത്തിൽ പിന്നിൽ നിന്നൊരു കാൽ ഇടിമിന്നൽ പോലെ ഉയർന്നു. അത് ലോഹം കണക്കെ അയാളുടെ കയ്യിൽ തട്ടി. ലക്ഷ്യം തെറ്റിയ ബുള്ളറ്റിനൊപ്പം റിവോൾവർ പിടിവിട്ട് തെറിച്ചു. വെടിവെച്ച ക്വാറിയിൽ പ്രകമ്പനം തീർത്തു. സായക്! അയാൾ ചാടിയുയർന്നു. ചന്ദ്രശേഖരെ ചവിട്ടി. ചന്ദ്രശേഖർ ബൊലേറോയുടെ ബോണറ്റിൽ ചെന്നിടിച്ചു. സായക് മുന്നോട്ടാഞ്ഞ് ഒറ്റ ചവിട്ടുകൂടി. മാംസത്തിൽ തുളഞ്ഞെറിയിരിക്കുന്ന വടിവാളിൻ്റെ പിടിയിൽ. അതിൻ്റെ അഗ്രം ചോരയിൽ കുടിച്ച് ചന്ദ്രശേഖരൻ്റെ ഇടുപ്പിന് പിന്നിലേക്ക് തലനീട്ടി. ഹാ! അയാൾ ഒന്നുകൂടി അലറി. ശത്രുക്കൾ കൂട്ടത്തോടെ അയാളെ വളഞ്ഞു. ചന്ദ്രശേഖരന് പരാജയം ബോധ്യമായി. അടുത്ത നിമിഷം തൊട്ടുമുന്നിലെത്തിയ പ്രകാശ് ചന്ദ്രൻ്റെ മുഖത്ത് അയാൾ സർവ്വശക്തിയും സമാഹരിച്ച് ഒറ്റയിടി. അമ്മേ! പ്രകാശ് ചന്ദ്രൻ്റെ മുൻനിരയിലെ 4 പല്ലുകൾ അടർന്നു വായിലേക്ക് തന്നെ വീണു. കൊല്ലവനെ! മുഖം പൊത്തിപ്പിടിച്ച് അവൻ ആക്രോശിച്ചു. ഈ പട്ടി ഇനിയും ആരുടെ നേരെയും കൈ ഉയർത്തരുത്. എന്നാൽ പെട്ടെന്നത് സംഭവിച്ചു. പ്രകാശ് ചന്ദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് ചന്ദ്രശേഖർ ഒറ്റയോട്ടം. പാറമടയിലെ നേർക്ക്. കാലുകൾ വേച്ചു പോയെങ്കിലും മനോബലത്തോടെ അയാൾ ഓടി. പിടിക്കാവനെ! ശശാങ്കൻ ഗർജിച്ചു. ഐസ്തംഭിയും സായകും ദ്രോണും അടങ്ങുന്ന ഗുണ്ടാസംഘം ചന്ദ്രശേഖരന് പിന്നാലെ പാഞ്ഞു. അയാൾ ഇത് എവിടെ വരെ പോകാനാ? പ്രകാശ് ചന്ദ്രൻ വായിൽ നിറഞ്ഞ ചോരയും പല്ലുകളും തുപ്പിക്കളഞ്ഞു. പിന്നെ ചന്ദ്രശേഖർ വന്ന ബൊലേറോ പാറമടയ്ക്ക് നേരെ തിരിച്ചു നിർത്തി. വെള്ളപ്പാറയുടെ
മടയായിരുന്നു അത്. പൊട്ടിച്ചിരിക്കുന്ന പാറകൾക്കിടയിലൂടെ ചന്ദ്രശേഖർ ആയാസപ്പെട്ട് കയറുന്നത് കാണാം. വെളിച്ചമടിച്ചപ്പോൾ പിന്നാലെ ചെന്നവർക്ക് സൗകര്യമായി. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരെ കണ്ടില്ല. ഗുണ്ടകൾ ചുറ്റും തിരയാൻ തുടങ്ങി. ചന്ദ്രശേഖർ അപ്പോൾ പാറകൾക്കിടയിലെ ഒരു വിടവിലിരുന്ന് അതുവരെ ക്യാമറയിൽ കിട്ടിയ രംഗങ്ങൾ മക്കൾക്ക് സെൻഡ് ചെയ്യുകയായിരുന്നു. തൻ്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നു പോവുകയാണെന്ന് അയാൾ അറിഞ്ഞു. കുത്തേറ്റ ഭാഗത്ത് വേദനയല്ല, ഒരു തരം മരവിപ്പ് മാത്രം. ഇനി ഏതു നിമിഷവും താൻ കുഴഞ്ഞു വീഴുമെന്ന് അയാൾക്ക് ബോധ്യമായി. ചന്ദ്രശേഖർ പ്രാണവായു വലിച്ചുവിട്ടു. അവിടെയുണ്ടെന്ന് തോന്നുന്നു. താഴെ നിന്ന് ഐസ്തംഭിയുടെ ശബ്ദം. താൻ പിടിക്കപ്പെടാൻ പോകുന്നു. ചന്ദ്രശേഖർ പെട്ടെന്ന് നിവർന്നു. ആ സെക്കൻഡിൽ തന്നെ തൊട്ടുമുന്നിലെ വലിയ പാറക്കഷ്ണം ശക്തി മുഴുവൻ ഉപയോഗിച്ച് താഴേക്ക് തള്ളി. മാറിക്കോ, ആരോ വിളിച്ചു പറഞ്ഞു. എന്നാൽ കൽക്കഷ്ണങ്ങൾക്കിടയിലൂടെ ഓടിമാറുക ദുഷ്കരമായിരുന്നു. ചന്ദ്രശേഖർ തള്ളിയ പാറ മറ്റുള്ളവയിൽ ഇടിച്ചു തെറിച്ച് പറന്നു വന്നു. ആ സായകൻ്റെ നിലവിളിയും പിടച്ചിലും. മറ്റുള്ളവർ തിരിഞ്ഞു നോക്കി. സായകൻ്റെ അര മുതൽ കാൽമുട്ട് വരെ പാറയ്ക്കിടയിൽ. കൈകൾ അടിച്ചു പിടഞ്ഞെങ്കിലും അയാൾക്ക് എഴുന്നേൽക്കാനായില്ല. പൊലോറയുടെ വെളിച്ചത്തിൽ ശശാങ്കനും പ്രകാശ് ചന്ദ്രനും ഈ കാഴ്ച കണ്ടു നടുങ്ങി. സായികേ, ജോൺ പാറ തള്ളി നീക്കാൻ ശ്രമിച്ചു. അനങ്ങുന്നില്ല. എന്നെ വിട്ടേരെ, എന്നിട്ട് അവനെ കൊല്ലേ, സായക്ക് നിലവിളിച്ചു. മറ്റുള്ളവർ ഇരുവശത്തു കൂടി മുകളിലേക്ക് കയറി. പക്ഷേ ചന്ദ്രശേഖരെ കണ്ടില്ല. നേരം പുലരാറായപ്പോഴാണ് പ്രകാശ് ചന്ദ്രൻ വീട്ടിലെത്തിയത്. അപ്പോഴും ഉറങ്ങാതെ അവനെ കാത്തിരിക്കുകയായിരുന്നു SP ബാസുരചന്ദ്രനും ഭാര്യ വനിതയും. ക്ഷീണിതനായി കയറി വന്ന മകനെ SP തുറച്ചു നോക്കി. നിങ്ങൾ രണ്ടാളും ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? അവർക്ക് മുഖം കൊടുക്കാതെ അവൻ അത്ഭുതം ഭാവിച്ചു. മകൻ്റെ ഓരോ ചലനത്തിലും ബാസുരചന്ദ്രന് ഒരു നാടകീയത തോന്നി. ഉറങ്ങിയെങ്കിലല്ലേ ഉണരേണ്ട ആവശ്യമുള്ളൂ, ബാസുരചന്ദ്രൻ പറഞ്ഞു. എങ്കിൽ ഞാൻ കിടക്കട്ടെ. കൂടുതലൊന്നും തിരക്കാതെ ഒരു വശം ചരിഞ്ഞ് അവൻ മുറിയിലേക്ക് നടക്കാനാഞ്ഞു. നിൽക്ക്, പിന്നിലിരുന്ന് ബാസുരചന്ദ്രൻ വിളിച്ചു. അവൻ നിന്നു. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. ഇരുവരിലും ഒരു സംശയഭാവം അവൻ മനസ്സിലാക്കി. തൻ്റെ മുഖം കണ്ടാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുമെന്ന് അവനറിയാം. നീ ഇതുവരെ എവിടെയായിരുന്നു? കഴിവതും സംയമനത്തോടെയായിരുന്നു ബാസുരചന്ദ്രൻ്റെ ചോദ്യം. പ്രകാശ് ചന്ദ്രൻ പെട്ടെന്ന് ജാഗരൂകനായി. എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ പെങ്ങളെ വിവാഹമാണെന്ന്. കൊല്ലത്തുള്ള സുനിലിൻ്റെ പെങ്ങളുടെ. ഞങ്ങൾ ഇന്നലെ അവിടെ പോയതാണ്. ഇവിടെ പറഞ്ഞിട്ട് പോകാനായില്ല. കർച്ചീഫെടുത്ത് മുഖം തുടയ്ക്കുന്നത് പോലെ അവൻ നിന്നു. പല്ലുകൾ പോയത് എങ്ങനെയെന്ന് പപ്പ തിരക്കിയാൽ. മാത്രമല്ല ചുണ്ടുകൾ നീര് വന്ന് വീർത്തിരിക്കുകയുമാണ്. എങ്കിൽ നിനക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അങ്ങോട്ട് നിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ബാസുരചന്ദ്രൻ്റെ പോലീസ് ബുദ്ധിയിൽ സംശയം നീങ്ങുന്നില്ല. മമ്മി വിളിച്ചപ്പോൾ കിട്ടിയിരുന്നല്ലോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോയി. എപ്പോൾ? ബാസുരചന്ദ്രൻ്റെ നെറ്റി ചുളിഞ്ഞു. ഒരു 10 മണി കഴിഞ്ഞു കാണും. ബാസുരചന്ദ്രൻ കുറ്റപ്പെടുത്തും പോലെ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. വനിത മുഖം കുനിച്ചു. നീയും ശശാങ്കനും ഒന്നിച്ചിരിക്കുമ്പോഴാണോ ഇവൻ വിളിച്ചത്? പ്രകാശ് ചന്ദ്രൻ നടുങ്ങുന്നത് SP ശ്രദ്ധിച്ചു. പെട്ടെന്ന് അവൻ ഭാവം മാറ്റി. ശശാങ്കനോ? ഞാനെന്തിന് അയാളുടെ അടുത്ത് പോകണം? അതാ എനിക്കും അറിയേണ്ടത്. ബാസുരചന്ദ്രൻ്റെ മുഖം മുറുകി. കഴിഞ്ഞ രാത്രിയിൽ അയാൾക്കൊപ്പം നീയുണ്ടായിരുന്നു. ചന്ദ്രശേഖർ എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു. പ്രകാശ് ചന്ദ്രനെ ഉമിനീർ വെറ്റിത്തുടങ്ങി. ഏയ്, അങ്കിളിന് അങ്ങനെ തോന്നിയതായിരിക്കും. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. ബാസുരചന്ദ്രൻ എഴുന്നേറ്റു. തോന്നലായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ മാപ്പ് തരും. അല്ലെങ്കിൽ വൈഷ്ണവിൻ്റെ മരണത്തിൽ നിനക്ക് മനസ്സറിവുണ്ടെന്നോ ശശാങ്കനും നീയും ചേർന്ന് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്നോ തെളിഞ്ഞാൽ നിന്നെ വിലങ്ങിട്ട് ഇവിടെ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുന്നത് ഞാനായിരിക്കും. ഓർത്തോ? പ്രകാശ് ചന്ദ്രൻ ധൈര്യം ആർജിക്കാൻ ശ്രമിച്ചു. പപ്പ ശേഖരനെ ഞങ്ങളെ വിളിച്ചു ചോദിക്കേ. അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് മറഞ്ഞു. ബാസുരചന്ദ്രൻ കത്തുന്ന ഭാവത്തിൽ ഭാര്യയെ നോക്കി. വനിത വിളറി നിന്നു. നീ പ്രകാശിനെ വിളിക്കുകയും ശേഖരൻ ഇവിടെ വന്ന കാര്യവും പിന്നെ ഫോൺ ചെയ്തതും അവനോട് പറഞ്ഞു അല്ലേ? വനിത തല കുനിച്ചു. അവൻ ഒരു കുഴപ്പത്തിനും ചാടാതിരിക്കാൻ വേണ്ടി ഞാൻ. ബാസുരചന്ദ്രൻ്റെ മുഖം കത്തി. ശേഖരൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. പ്രകാശിൽ നിന്ന് എനിക്കത് വായിച്ചെടുക്കാനും സാധിച്ചു. എനിക്കൊന്നേ അറിയാനുള്ളൂ. ശേഖരൻ്റെ അച്ഛൻ, വൈഷ്ണവ്, ASI രവീന്ദ്രൻ, വിദ്യാർത്ഥികൾ, ഇവരുടെ മരണത്തിൽ നിൻ്റെ മകനുള്ള പങ്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മകൻ്റെ പക്ഷത്തു നിന്ന് നീ കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ കാര്യമില്ല വനിതേ. കരിപ്പോടെ അയാൾ ബെഡ്റൂമിലേക്ക് പോയി. ഭിത്തിയിൽ തൂക്കിയിരുന്ന ക്ലോക്കിൽ സമയം കണ്ടു. 5:30. അയാൾ സെൽഫോൺ എടുത്തു. ചന്ദ്രശേഖരൻ്റെ നമ്പർ കുത്തി. ശശാങ്കനെ അറസ്റ്റ് ചെയ്തോ എന്ന് അറിയണമല്ലോ. പക്ഷേ അപ്പുറത്ത് സ്വിച്ച് ഓഫ്. വനിതയും മുറിയിലേക്ക് വന്നു. എന്തിനാ നിങ്ങളിങ്ങനെ പ്രകാശിനെ സംശയിക്കുന്നത്? അവൻ ശരിയായ വഴിക്കല്ല നീങ്ങുന്നതെന്ന സംശയം ഉള്ളതുകൊണ്ട്. ഭാര്യയുടെ മറുപടിക്ക് കാക്കാതെ അയാൾ കട്ടിലിൽ നിന്ന് കിടന്ന് കണ്ണടച്ചു. രാവിലെ 8 മണി. ചന്ദ്രശേഖർ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഋഷികേശിനും ധനുഷിനും സംശയമായി. എന്നാൽ അവർ കാവേരിയോടും ദക്ഷിണയോടും ഒന്നും ഭാവിച്ചില്ല. കഴിഞ്ഞ ദിവസം വീടിന് നേരെ ആക്രമണം ഉണ്ടായതു മുതൽ ഇരുവരും ഭീതിയിലാണെന്ന് അവർക്കറിയാം. ധനുഷ് ഒരുപാട് തവണ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ്. 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് അച്ഛൻ പറഞ്ഞത് ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ്. ഋഷി, നമുക്ക് അശോകൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. കുട്ടികൾ മുറിയുടെ വാതിൽ അടച്ചിട്ട് ഹെഡ് കോൺസ്റ്റബിൾ അശോകന് ഫോൺ ചെയ്തു. സാർ എവിടെയില്ലേ? അശോകൻ ഇങ്ങോട്ട് തിരക്കി. ഇന്നലെ വൈകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ചിരുന്നു. പിന്നീട് യാതൊരു അറിവുമില്ല. സ്റ്റേഷനിലെ വണ്ടിയുമായിട്ടാണല്ലോ പോയിരിക്കുന്നത്. രാത്രി അച്ഛനെ ഫോണിൽ കിട്ടിയിരുന്ന കാര്യം കുട്ടികൾ അയാളോട് പറഞ്ഞു. പെട്ടെന്ന് ഒന്ന് അന്വേഷിക്കണേ അശോകൻ സാറേ. ആരൊക്കെയോ ശത്രുക്കളെന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. നിങ്ങൾ വിഷമിക്കേണ്ട. സാറിനൊന്നും സംഭവിക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം.
അശോകൻ ഉറപ്പു നൽകി. ശരി സാർ. ഫോൺ കട്ട് ചെയ്തിട്ട് ഋഷികേശും ധനുഷും പരസ്പരം നോക്കി. എനിക്കെന്തോ ഒരു പേടി തോന്നുന്നുണ്ട് ഋഷി, ധനുഷ് ചിന്തയോടെ പറഞ്ഞു. അച്ഛനൊന്ന് വിളിക്കുക പോലും ചെയ്യാത്ത നിലയ്ക്ക്. നമുക്ക് പ്രകാശ് ചേട്ടനെ വിളിച്ചാലോ? ഋഷി അഭിപ്രായപ്പെട്ടു. അതിനേക്കാൾ നല്ലത് SP അങ്കിളിനെ വിളിക്കുന്നതാ. പറയുന്നതിനിടയിൽ തന്നെ അവർ ബാസുരചന്ദ്രന് കോൾ അയച്ചു. 5-6 തവണ ബെല്ലടിച്ചതിന് ശേഷമാണ് ഫോൺ എടുത്തത്. അങ്കിളെ, ഞാൻ ധനുഷ. എന്താ മോനെ? അച്ഛനെ എവിടെ പോയതാണെന്ന് അറിയാമോ? അങ്ങ് എത്തിയില്ലേ? SP-യുടെ ശബ്ദത്തിൽ സംശയം. ഇല്ല. അങ്കിള് കണ്ടായിരുന്നോ? ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്നിരുന്നു. സാരമില്ല, ഉടനെ ഞാൻ തിരക്കാം. താങ്ക് യു അങ്കിൾ. ചിന്തയോടെയാണ് ബാസുരചന്ദ്രൻ ഫോൺ വെച്ചത്. അയാൾ അതുവരെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. കണ്ണുകൾക്ക് വല്ലാത്ത പുളിപ്പ്. ആ കിടപ്പിൽ തന്നെ പൂയപ്പള്ളി സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടുത്തെ മറുപടി കിട്ടിയപ്പോൾ സംശയമേറി. അപ്പോൾ ശശാങ്കനെ ചന്ദ്രശേഖരന് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ സ്റ്റേഷനിൽ എത്തിച്ചേനെ. ബാസുരചന്ദ്രൻ പിടഞ്ഞെണീറ്റു. കാറ്റ് പോലെ മകൻ്റെ മുറിയിലെത്തി. പ്രകാശ് ചന്ദ്രൻ ഒരു വശം ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. അയാൾ വാതിലകത്തു നിന്ന് അടച്ച് ഓടാമ്പലിട്ടു. ആ ശബ്ദം കേട്ട് പ്രകാശ് ചന്ദ്രൻ ഞെട്ടി ഉണർന്നു. തൊട്ടുമുന്നിൽ പപ്പയുടെ കത്തുന്ന കണ്ണുകൾ. മീശ തടവുന്ന ഭാവത്തിൽ അവൻ ചുണ്ടുമറച്ചു. എന്താ പപ്പ? അവൻ പകച്ചെഴുന്നേറ്റിരുന്നു. ചന്ദ്രശേഖർ എവിടെ? 2 കല്ലുകൾ കൂട്ടി ഉരയുന്നത് പോലെയായിരുന്നു അയാളുടെ ശബ്ദം. അത് എനിക്കെങ്ങനെ അറിയാം പപ്പ? നിനക്കേ അറിയൂ. ബാസുരചന്ദ്രൻ കൈ ചൂണ്ടി. സത്യം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. ഇത് നല്ല കൂത്ത്. പ്രകാശിനും ദേഷ്യം വന്നു. അങ്ങേരെ എന്തിയെന്ന് അങ്ങേരുടെ വീട്ടുകാരോട് ചോദിക്കണം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. അതിന് പകരം എന്നോട് ചോദിച്ചാൽ? എടാ പതുക്കെ. ബാസുരചന്ദ്രൻ്റെ ഭാവം മാറി. നിന്റെ മമ്മി ഇത് കേട്ട് ഇങ്ങോട്ട് വന്ന് ബഹളം ഉണ്ടാക്കണ്ട. അയാൾ അല്പം കൂടി കിടക്കയോട് അടുത്തു നിന്നു. ഇന്നലെ രാത്രിയിൽ നിൻ്റെയും ശശാങ്കൻ്റെയും മുന്നിൽ ശേഖരൻ വന്നില്ലേ? പ്രകാശിൻ്റെ മുഖത്തൊരു വിളർച്ച ബാധിച്ചു. എന്ന് പപ്പയോട് ആര് പറഞ്ഞു? അത് ആരുമാകട്ടെ, എനിക്കറിയേണ്ടത് സത്യം മാത്രം. ഞാൻ അങ്കിളിനെ ഇന്നലെ കണ്ടതേയില്ല. അവൻ മുഖത്തു നിന്ന് കൈ മാറ്റിയില്ല. ബാസുരചന്ദ്രൻ മറുപടി പറയാതെ ചുറ്റും ശ്രദ്ധിച്ചു. രാത്രി പ്രകാശ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് ഒരു മൂലയിലിട്ടിരിക്കുന്നത് കണ്ടു. അയാൾ ചെന്ന് അതെടുത്ത് നോക്കി. അത് മണ്ണും ചോരയുടേതുപോലുള്ള പാടുകളും അതിൽ കണ്ടു. ഇതെന്താടാ? SP-യുടെ കണ്ണുകൾ കുറുകി. ഞാൻ ബൈക്കിൽ നിന്നത് വീണു. അവൻ നാവിൽ വന്ന കള്ളം തട്ടിവിട്ടു. ബാസുരചന്ദ്രൻ തല കുടഞ്ഞു. നീ മുഖത്തു നിന്ന് കൈയെന്ന് മാറ്റിക്കേടാ. ഒന്നുമില്ല പപ്പ. എടാ മാറ്റാൻ. അയാളുടെ ഒച്ച വല്ലാതെ ഉയർന്നു. ബലമായി ബാസുരചന്ദ്രൻ മകൻ്റെ കൈ പിടിച്ചകറ്റി. നീരുവച്ച ചുണ്ടുകൾ. വാ തുറക്കടാ. ഒന്നുമില്ലെന്നേ. അവൻ മുഖം തിരിച്ചു. പക്ഷേ SP അവൻ്റെ ശിരസിൽ പിടിച്ചു. വലത് കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും കവിളിന് ഇരുവശത്തും അമർത്തി. ഹാ. പ്രകാശ് വായ തുറന്നു പോയി. മുൻനിരയിൽ താഴെയും മുകളിലുമായി 4 പല്ലുകളില്ല. ഇതും ബൈക്കിൽ നിന്ന് വീണപ്പോൾ പറ്റിയതാണോടാ? അയാൾ പരിഹസിച്ചു. അതെ പപ്പ. അല്ല. ബാസുരചന്ദ്രൻ ശിരസിളക്കി. ബൈക്കിൽ നിന്ന് വീണെങ്കിൽ നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലുമോ മുഖത്ത് മറ്റൊരിടത്തോ യാതൊരു മുറിവുകളുമില്ല. പല്ലുകൾ മാത്രം പോയത് എങ്ങനെയാടാ? പറയണം. അയാളുടെ ഒച്ചക്കെട്ട് വനിത വന്ന് വാതിലിൽ തട്ടാൻ തുടങ്ങി. എന്താ പപ്പയും മകനും കൂടി അവിടെ? ഒന്നുമില്ല. ഇനി നിന്റെ ഒച്ചയും ഉയരരുത്, അയാൾ കൽപ്പിച്ചു. അതോടെ വാതിലിൽ തട്ടു നിന്നു. ബാസുരചന്ദ്രൻ പിന്നെയും മകൻ്റെ നേരെ തിരിഞ്ഞു. പറഞ്ഞോ. ഇത് ശേഖരൻ നിന്നെ അടിച്ചതല്ലേ? ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പ്രകാശിന് തോന്നി. അവൻ സമ്മതിച്ചു. അങ്കിളുമായി ഞങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു. അവൻ മറ്റെവിടേക്കോ ദൃഷ്ടി മാറ്റി. എന്നിട്ട് അയാൾ എവിടെ? അറിയത്തില്ല. രക്ഷപ്പെട്ടു. ഞങ്ങളെന്ന് പറഞ്ഞാൽ നീയും ശശാങ്കനും പിന്നെ? ബാസുരചന്ദ്രൻ ശ്രദ്ധിച്ചു നിന്നു. ശശാങ്ക മുതലാളിയുടെ ആളുകളും. ശശാങ്ക മുതലാളി? ഫൂ. ബാസുരചന്ദ്രൻ ഒറ്റയടി. പല്ല് പറഞ്ഞ വേദന കൂടിയായപ്പോൾ അലറിപ്പോയി പ്രകാശ് ചന്ദ്രൻ. മിണ്ടരുത്. അയാൾ മകൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. ബാക്കിയൊക്കെ ശേഖരൻ വന്നിട്ട്. അത് കഴിഞ്ഞ് നീ ഇറങ്ങിയാൽ മതി ഈ റൂമിൽ നിന്ന്. ബാസുരചന്ദ്രൻ വെട്ടിത്തിരിഞ്ഞു വാതിൽ തുറന്നു. പുറത്ത് പകച്ചു നിൽക്കുകയായിരുന്നു വനിത. ബാസുരചന്ദ്രൻ ആ വാതിൽ പുറത്തുനിന്ന് പൂട്ടി താക്കോൽ കീശയിൽ വെച്ചു. അവൻ നമ്മുടെ മകനല്ലേ? വനിത ഒന്ന് തേങ്ങി. മകനാണെങ്കിലും അത് വിഷപ്പാമ്പാണെങ്കിൽ തല്ലിക്കൊന്നിരിക്കണം. അതാ എൻ്റെ രീതി. അയാൾ അവരെ അവഗണിച്ചു. അങ്ങനെ കൊന്നതുകൊണ്ടല്ലേ? ബാക്കി പറയാതെ അവർ പകുതിക്ക് നിർത്തി. ബാസുരചന്ദ്രൻ എരിയുന്ന ഭാവത്തിൽ അവരെ നോക്കി. വനിത മുഖം തിരിച്ചു. കണ്ണൻ്റെ ചൂട്ടിൽ കദളിക്കിളിർക്കത്തില്ലടി. അതാ പ്രമാണം. അതും പറഞ്ഞ് തറയിൽ അമർത്തിച്ചവിട്ടി ബാസുരചന്ദ്രൻ പോയി. എത്രയും വേഗം ചന്ദ്രശേഖരെ കണ്ടെത്താൻ ഓഫീസിലെത്തിയ ഉടനെ അയാൾ ഉത്തരവിട്ടു. ഒരു ദിവസം മുഴുവൻ പോലീസ് തിരഞ്ഞെങ്കിലും ചന്ദ്രശേഖരനെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയില്ല. എന്നാൽ അയാൾ ഉപയോഗിച്ചിരുന്ന ബൊലോറോ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതോടെ ചന്ദ്രശേഖർ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നൊരു സംശയം പോലീസിനുണ്ടായി. പക്ഷേ എന്തിന്? ബാസുരചന്ദ്രൻ ചന്ദ്രശേഖരൻ്റെ വീട്ടിലെത്തി. അയൽക്കാർ കുറേ പേർ അവിടെയുണ്ടായിരുന്നു. അങ്കിളെ. ഋഷികേശും ധനുഷും ദക്ഷിണയും അയാൾക്കരികിൽ ഓടിയെത്തി. അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? 3 പേരും കരച്ചിലിൻ്റെ വക്കത്താണ്. ഇല്ല. അയാൾ അവരുടെ തോളിൽ മൃദുവായി തട്ടി. തമിഴ്നാട്ടിൽ ഉണ്ടെന്നാണ് സംശയം. പോലീസ് അവിടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ അങ്ങനെ ഒളിച്ചു പോകേണ്ട കാര്യമെന്താ അങ്കിളെ? ഋഷികേശ് സംശയം പ്രകടിപ്പിച്ചു. അതാണ് എന്നെയും കുഴക്കുന്നത്. ഒരു പക്ഷേ ലഹരി മരുന്നുകളുടെ ഉറവിടം തേടി സായകൻ്റെയോ ദ്രോണിൻ്റെയോ പിന്നാലെ പോയതുമായി കൂടെ. അയാൾ വിഷയം മാറ്റി. കാവേരി എവിടെ? അകത്തുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വിളിക്കാം. SP മുറ്റത്തിറങ്ങി. പ്രകാശേട്ടൻ. എന്ത് ചെയ്യാങ്കിളെ?
വാസുചന്ദ്രൻ ഒരുമാത്രം നിശ്ചലനായി. എന്നിട്ട് പറഞ്ഞു, അവിടുണ്ട്, പനിയാ. അയാൾ പോയി. ഒരു ദിവസം കൂടി കഴിഞ്ഞു. ചന്ദ്രശേഖരനെക്കുറിച്ച് വിവരമില്ല. 3-ാം ദിവസം ആളുകൾ റോഡിലൂടെ ഓടുന്നത് കണ്ട് ഋഷികേശ് മുറ്റത്തേക്കിറങ്ങി. എന്താ എല്ലാവരും കൂടി? കൊട്ടേപ്പാറക്കുളത്തിൽ ഒരു ശവ പൊങ്ങിയെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ഹൃദയത്തിലൂടെ ഒരു അറക്കവാൾ പൊളഞ്ഞു പോയി. അവൻ ധനുഷിനെയും വിളിച്ച് വിവരം പറഞ്ഞു. വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ അവരും അവിടേക്ക് ഓടി. അവർ ചെല്ലുമ്പോൾ കുളത്തിന് സമാന്തരമായുള്ള റോഡിലും പൊട്ടിച്ചു മാറ്റിയതിൻ്റെ ബാക്കി ഉയർന്നു നിൽക്കുന്ന പാറപ്പുറത്തും താഴത്തെ റബ്ബർ തോട്ടത്തിലുമെല്ലാം ജനപ്രളയമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാറപ്പൊട്ടികൾ നിർത്തിയ കൊട്ടേപ്പാറ പഴയ മടയാണത്. വളരെ താഴ്ചയിൽ വരെ പാറ പൊട്ടിച്ചെടുത്തത് കാരണം ഏതാണ്ട് 100 അടിയോളം താഴ്ചയിൽ 2 ഫുട്ബോൾ ഗ്രൗണ്ട് വലിപ്പത്തിൽ വെള്ളം നിറഞ്ഞ കുളമാണത്. ചന്ദ്രശേഖരൻ്റെ അച്ഛനാണ് അവിടുത്തെ പാറ ഖനനം കോടതി ഉത്തരവ് വാങ്ങി നിർത്തലാക്കിച്ചത്. ഇപ്പോൾ കുളം തിങ്ങി ആഫ്രിക്കൻ പായലാണ്. ശേഖരൻ സാർ തന്നെയാകുമോ? ആരോ അടക്കം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഋഷികേശും ധനുഷും പിന്നെയും നടങ്ങി. നാട്ടുകാരിൽ ചിലരുടെ സഹായത്തോടെ കയർ കെട്ടി മെല്ലെ ശവശരീരം കരയിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു പോലീസ്. അസഹ്യമായ ദുർഗന്ധം. ജനങ്ങൾക്കിടയിലൂടെ ഋഷികേശും ധനുഷും തള്ളിക്കയറി. പലരും അവരെ സഹതാപത്തോടെ നോക്കി. മൃതദേഹത്തിൻ്റെ മുകളിൽ മുഴുവൻ പായലായിരുന്നു. പോലീസ് അത് കരയിലേക്ക് എടുത്തു വെച്ചു. ജനം മൂക്ക് പൊത്തിക്കൊണ്ട് ഉറ്റുനോക്കി. പാൻസും ഷർട്ടും വേഷം. പുറത്തു കാണുന്ന ഭാഗങ്ങളിലെ മാംസം ഇറുന്നു പോകുകയോ മത്സ്യങ്ങൾ കൊത്തിപ്പറിക്കുകയോ ചെയ്തിട്ടുണ്ട്. പഴുത്തു വീർത്തു വസ്ത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശരീരം. മുഖത്തെ പായലൊന്നു മാറ്റിക്കേ, CI ചക്രപാണി പറഞ്ഞു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് HC അശോകൻ അത് മാറ്റുമ്പോൾ ഋഷികേശും ധനുഷും കണ്ണുകൾ ഇറുക്കിയടച്ചു. കഥ തുടരും.